ഉപാധികളില്ലാതെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ വചനങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മഹാനായ സൂഫി അനസൗരി അവറുകൾ പറയുന്നുണ്ട്, നിങ്ങൾ ധീരന്മാരുടെ പ്രവർത്തികളിൽ ഏർപ്പെടുക. അടുത്ത ചോദ്യം വരികയാണ്, എന്താണ് ധീരന്മാരുടെ പ്രവർത്തികൾ? ധീരന്മാരുടെ പ്രവർത്തികൾ എന്നറിയപ്പെടുന്ന ആ പ്രവർത്തികൾ എന്തൊക്കെയാണ്? അദ്ദേഹം വിവരിക്കുകയാണ്, ഹലാലായ മാർഗത്തിൽ അധ്വാനിക്കുകയും ഹലാലായ മാർഗത്തിൽ നേടുകയും അധ്വാനിക്കുകയും ചെയ്യുകയും ആ അധ്വാനിച്ചത് തൻ്റെ കുടുംബത്തിനു വേണ്ടി ചിലവഴിക്കുകയും ചെയ്യുന്നവരാണ് ധീരന്മാർ. അവരാണ് ധീരന്മാർ എന്ന് പറയുമ്പോൾ തികച്ചും തീർച്ചയായും തൻ്റെ കുടുംബത്തിനു വേണ്ടി സമയങ്ങളെടുത്ത് ജോലിയെടുത്ത് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായിട്ടും അവയൊക്കെ സഹിച്ചുകൊണ്ട് ഈ നാട്ടിൽ വന്ന് പ്രവാസം എന്ന് പറയുന്ന ആ വിധിയിലേക്ക് എത്തപ്പെട്ട സുഹൃത്തുക്കൾ. ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് മറ്റൊന്നുമല്ല, നമ്മളെയൊക്കെ കുടുംബങ്ങളെ കുറിച്ചാണ്. നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്നുള്ള രൂപത്തിൽ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ ക്ലിനിക്കിൽ ഞാൻ ഒരു ഫാമിലി കൗൺസിലർ എന്നുള്ള രൂപത്തിലാണ് ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരാറുള്ളത്. ഫാമിലി കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ഓരോ ദിവസവും 6 വർഷമായി ഞാൻ എൻ്റെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ വർഷവും 1-2 പ്രവാസി കുടുംബങ്ങളെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. പ്രവാസ ലോകത്ത് നിന്നും വരുന്ന ആളുകളെ എൻ്റെ ക്ലിനിക്കിലേക്ക് വരുന്നവരിൽ നിന്നും അവരുടെ മക്കളുടെ പ്രശ്നങ്ങൾ ഞാൻ നേരിടാറുണ്ട്. അപ്പോഴൊക്കെ ആഗ്രഹിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മക്കൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നു എന്നൊരു വേള പ്രവാസം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല എങ്കിലും അവരുടെയൊക്കെ പങ്കുവെക്കലിൽ നിന്നും അവരുടെ ആ പ്രയാസങ്ങളുടെ ആ കൂടിച്ചേരലിൽ നിന്നും ഒടുവിൽ പരിഹാരത്തിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്ന ആ അവസ്ഥയിൽ നിന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന ആ കാരണത്തെ തിരയലിൽ നിന്നും പലപ്പോഴും കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വേദി കിട്ടിയ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ കുടുംബം. അത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ ഓരോ നിമിഷവും വൈകുന്നേരം ക്ലിനിക്ക് അടച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ സ്വയം ഒരു വിലയിരുത്തൽ നടക്കാറുണ്ട്. ഇന്ന് മുന്നിൽ വന്ന് കണ്ണുനീരൊഴുക്കിയ, ഇന്ന് മുന്നിൽ വന്ന് സങ്കടങ്ങൾ പറഞ്ഞ എന്നെപ്പോലെയുള്ള ഉമ്മമാർ, എൻ്റെ ഇണയെപ്പോലെയുള്ള വാപ്പമാർ, എന്നെപ്പോലെയുള്ള കുടുംബങ്ങൾ, അവർ പെട്ടുപോയ ആ ആപത്തുകളിൽ അവരനുഭവിക്കുന്ന ആ ദുഃഖങ്ങൾ ഞങ്ങൾക്കും ഇല്ലാതിരിക്കാൻ, ഭാവി ജീവിതത്തിൽ ഒരിക്കലും അവരിൽ ഉൾപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെയാവണം, എങ്ങനെയെല്ലാം ആയി തീരരുത് എന്നൊരു അസസ്മെൻറ്റ് നടത്താറുണ്ട് എപ്പോഴും. അതിൽ നിന്നും കിട്ടുന്ന ചില പാഠങ്ങൾ, അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളെയൊക്കെ പോലെ തന്നെ യാതൊരു പ്രത്യേകതകളും ഇല്ലാത്ത ഒരാളാണ്. സാധാരണ ഒരു മകളാണ്, മരുമകളാണ്, ഉമ്മയാണ്, നാത്തൂനാണ്, മൂത്തച്ചിയോ ഇളച്ചിയോ ഒക്കെയാണ് അല്ലേ? നിങ്ങളൊക്കെ അതൊക്കെ തന്നെയല്ലേ? ആണല്ലോ അല്ലേ? അപ്പോൾ അതിൽ നിന്നൊന്നൊരു പ്രത്യേകതയില്ല. മജ്ജയും മാംസവും ചിന്തയും വിചാരങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണിൻ്റെ എല്ലാ ചിന്തകളും ഒക്കെ ഉള്ള ഒരാൾ മാത്രമാണ്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാക്കുന്ന ഒന്ന്, കുറേ പ്രശ്നങ്ങളുമായിട്ട് കുറേ ആളുകൾ മുന്നിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ, നമ്മളെ അലട്ടുന്ന പ്രയാസങ്ങൾ എന്ന് അറിയാറുണ്ട്. ഒരുമിച്ച് ചിന്തിച്ച് ഒരുമിച്ച് കൂടിച്ചേർന്ന് തീരുമാനങ്ങളിലേക്ക് എത്താറുണ്ട്. അത് മാത്രമായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ നിങ്ങളുടെ മുൻപിൽ ഇത്രയും ദൂരം താണ്ടി വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പ്രാപ്തയാക്കിയത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ കുടുംബം നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ മാസ്മരികമായ വരികളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കുക. നോക്കൂ, നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം, ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മരണശേഷം ലഭിക്കുന്ന മോക്ഷം തന്നെയാണ്. ആ സാൽവേഷന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗപൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കുക എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവും ആധികാരികമായി നമുക്കില്ല എന്ന് പറയുമ്പോഴും ജീവിത സൗഖ്യം, ഭൂമിയിലെ ജീവിത സൗഖ്യം കൂടി നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ സമാധാനത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കണമേ എന്ന് കൂടി പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്.
പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ എന്ന് ഓരോ ശ്വാസത്തിലും ഓരോ പ്രാർത്ഥനയിലും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഇവിടെ ഈ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്ന സ്വർഗത്തിന് വേണ്ടിയിട്ട് നാം മനുഷ്യർ ഓരോരുത്തരും ലക്ഷ്യമിട്ട് ഇങ്ങനെ ഓടുകയാണ്, പ്രവർത്തിക്കുകയാണ്. അവിടെ നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, നീ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് അടുക്കുക, തിന്മകളിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗപൂങ്കാവനത്തിലേക്ക് അടുക്കുക എന്ന് പറയുമ്പോൾ നീ എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്ന ആ ഞാനും നിങ്ങളും നമ്മളോട് ചേർത്ത് പറയുകയാണ്, ഒറ്റയ്ക്ക് പോണ്ട, ഒറ്റയ്ക്കല്ല നീ പോവേണ്ടത്, നിന്റെ കുടുംബം കൂടി നിന്നോട് കൂടെയുണ്ട്. ആ കുടുംബത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട്, ആ കുടുംബത്തെ കൂടി കൈ പിടിച്ചുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് അടുക്കുക, നരകശിക്ഷയിൽ നിന്നും നീ രക്ഷപ്പെടുക, നീ നിന്നെയും നിന്റെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കുക. സുബ്ഹാനല്ലാഹ്. ഒരുപാട് സംവിധാനങ്ങളുള്ള ഈ ഭൂമിയിൽ ഒരുപാടേറെ സംവിധാനങ്ങളുണ്ട്, കൂട്ടുകളുണ്ട്. ഇവയിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് സംരക്ഷണം നൽകുന്ന രക്ഷാകവചമായി മാറുന്ന ഒരു സംവിധാനം കുടുംബമല്ലാതെ അത് വേറൊന്നുമല്ല. അത് പലപ്പോഴും തോന്നാറുണ്ട്. പല പ്രശ്നങ്ങളുമായിട്ട് മുൻപിൽ വരുന്ന ആളുകൾ അവർ വരാറുള്ളത് കൂട്ടുകാരുടെ കൂടെ ആവാറില്ല, അവർ വരുന്നത് നാട്ടുകാരുടെ കൂടെ ആവാറില്ല, അവർ വരുന്നത് അവരുമായി ബന്ധപ്പെട്ട ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ കോവർക്കേഴ്സിൻ്റെയോ അവരുടെ ഫ്രണ്ട്സിൻ്റെയോ ഒന്നും കൂടെ ആവാറില്ല. ഇവരൊക്കെ പ്രശ്നവും പ്രയാസവും വന്ന് തളർന്നു പോകുമ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് അവർ വരാറുള്ളത്, പ്രശ്നപരിഹാരം കിട്ടണമേ എന്ന് പറഞ്ഞ് വരാറുള്ളത് കുടുംബത്തിൻ്റെ കൂടെയാണ്. അതൊരു പക്ഷേ കൗമാരപ്രായത്തിലുള്ള കുട്ടികളാവാം, സ്ത്രീകളാവാം, പുരുഷന്മാരാവാം, ചെറിയ മക്കളാവാം, ഏത് പ്രായത്തിലും ഏത് ജോലിയിലും ഏത് സ്ഥാനമാനങ്ങളിലും ഇരിക്കുന്ന ആളുകളാണെങ്കിലും ഇവരൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ അതിന് പരിഹാരം എന്നോണം ഇറങ്ങിത്തിരിക്കാറുള്ളത് കുടുംബത്തിൻ്റെ കൂടെയാണ്. കാരണം എന്തുകൊണ്ടാണ്? പ്രശ്നം വരുമ്പോൾ, പ്രയാസം ഉണ്ടാവുമ്പോൾ, മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുക ഏറ്റവും കൂടുതൽ നമ്മളെ കുടുംബങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്നറിയപ്പെടുന്ന, മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മഹാൻ 1700ഓളം കുടുംബങ്ങളിൽ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ലോകത്ത് ഇല്ല എല്ലാ മനുഷ്യന്മാരിലും മനോരോഗികൾ എന്നറിയപ്പെടുന്ന ആളുകളിൽ, മനസ്സിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളിൽ, മനപ്രയാസങ്ങളും അല്ലെങ്കിൽ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളിൽ അവരുടെയൊക്കെ മനോരോഗങ്ങൾക്ക്, മനോവിഭ്രാന്തികൾക്ക് 75% കാരണവും അവരുടെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന, കുടുംബ ബന്ധങ്ങൾക്കുള്ളിലുണ്ടാവുന്ന ശിഥിലതയാണ്, വിള്ളലുകളാണ്, പ്രശ്നങ്ങളാണ് എന്ന്. ഇത് 1700ഓളം കുടുംബങ്ങളിൽ നടത്തിയ ഒരു പഠന റിപ്പോർട്ടാണ്. ഏകദേശം 15 വർഷക്കാലം എടുത്ത് നടത്തിയ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടാണത്. നമുക്ക് പഠിക്കാനുള്ള മനഃശാസ്ത്ര ബുക്സുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റെഫറൻസ് ആണത്. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കിട്ടും. ഇത് ഒരു പക്ഷേ 15 വർഷത്തെ ഒരു പഠന റിപ്പോർട്ട് ശാസ്ത്രം പുരോഗമിച്ചതിൻ്റെ ഫലമായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് അറിയപ്പെടുന്ന മഹാൻ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ സഹായത്തോടു കൂടിയിട്ട് നടത്തിയൊരു പഠന റിപ്പോർട്ടാണ്. പക്ഷേ തികച്ചും ഇല്ലിറ്ററേറ്റ് ആയിരുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാതൊരു ശാസ്ത്രത്തിൻ്റെയും പിൻബലമില്ലാതെ, യാതൊരു ശാസ്ത്രത്തെയും കൂട്ടുപിടിക്കാതെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മോട് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുക. കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുന്നവനും ഞാനും നാളെ സ്വർഗപൂങ്കാവനത്തിൽ ഇപ്രകാരമായിരിക്കും. കുടുംബബന്ധം മുറിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വീണ്ടും വീണ്ടും ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുക. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഹബീബ് സുജൂദ് ചെയ്യുന്ന ഭാഗത്ത് ഒരാൾ വന്ന് മൂത്രമൊഴിക്കുകയാണ്. സഹാബിമാർക്ക് എല്ലാവർക്കും കോപം വന്നു. ഉടനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഈ വ്യക്തിയെ അവിടെ നിന്നും ആട്ടി ഓടിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഹബീബ് തടുക്കുക ചെയ്തത്. അല്ലാഹുവിൻ്റെ റസൂൽ തടുത്തിട്ട് പറയാണ്, ഒരിക്കലും പാടില്ല, പടച്ചോൻ പുറത്തു കൊടുക്കുന്നവനാണ്, തൗബ നൽകുന്നവനാണ് അള്ളാഹു. പടച്ചോൻ ക്ഷമിച്ചു കൊടുക്കും, പുറത്തു കൊടുക്കും. അദ്ദേഹത്തെ ഉപദേശിക്കുകയും ഗുണദോഷിക്കുകയും ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത് എന്ന് ഉണർത്തി ആ സദസ്സിനെ ഒതുക്കുകയാണ് ഹബീബ് ചെയ്തത്. ആ ഹബീബ് മറ്റൊരവസരത്തിൽ യാതൊരു പ്രകോപനവും കൂടാതെ
തൻ്റെ സദസ്സിൽ നിന്നും ഒരാളെ എഴുന്നേൽപ്പിച്ച് അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. സഹാബിമാർക്കെല്ലാം അത്ഭുതം തോന്നി. അവരെല്ലാം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഒരു കാരണവും ഇല്ലാതെ, യാതൊരു കാരണവും കൂടാതെ തന്നെ ആ വ്യക്തിയെ ഈ സദസ്സിൽ നിന്നും പറഞ്ഞയച്ചത്? കാരണം അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ മൂത്രമൊഴിക്കുക എന്ന വലിയ ഒരു തെറ്റ് ചെയ്ത ആളെ പോലും ഇവിടെ നിന്നും പറഞ്ഞയക്കാനോ അപമാനിക്കാനോ സമ്മതിക്കാത്ത അത്രയും ഹൃദയ വിശാലതയുള്ള മഹാനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യത്തിന് ഹബീബ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: അയാൾ കുടുംബബന്ധം മുറിച്ചവനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സദസ്സിലിരിക്കാൻ യോഗ്യനല്ല എന്നതായിരുന്നു മറുപടി. ഈ ഹബീബ് യാതൊരു ശാസ്ത്രത്തിൻ്റെയും പിൻബലമില്ലാതെ, മനഃശാസ്ത്രത്തിൻ്റെയോ 1700 കുടുംബങ്ങളിൽ നടത്തിയ പഠനത്തിൻ്റെയോ ഫലമല്ലാതെ നമ്മോട് ഓരോരുത്തരോടും ഉണർത്താണ്, നിങ്ങൾ കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുക. വർഷങ്ങൾക്കിപ്പുറം 1500 വർഷങ്ങൾക്ക് മുൻപേ ഹബീബ് നമ്മെ പഠിപ്പിച്ച അതേ കാര്യം വർഷങ്ങൾക്കിപ്പുറം ശാസ്ത്രം തെളിയിക്കുകയാണ്. 75% മനോരോഗങ്ങളുടെയും രോഗകാരണമെന്ന് പറയുന്നത് ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന ശിഥിലതയാണ്, ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വിള്ളലുകളാണ് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് നാം ഓർക്കുക, ഇസ്ലാം ഈസ് ആൻ ഐഡിയോളജി. അതൊരു ജീവിത രീതിയാണ്, ഒരു മതം എന്നതിലുപരി. ഒരു മനുഷ്യന് ആരോഗ്യവാനായി ജീവിക്കുവാൻ എന്തെല്ലാം വേണം? എറ്റേണൽ സാൽവേഷൻ എന്നതിലുപരി, അല്ലെങ്കിൽ അത്ര തന്നെ ആഴത്തിലും അർത്ഥത്തിൽ ഈ ഭൂമിയിൽ ആരോഗ്യവതിയായി ജീവിക്കുവാൻ ഞാൻ എന്തെല്ലാം സ്വീകരിക്കണം, ഞാൻ എന്തെല്ലാം ആയിത്തീരണം? ആരോഗ്യം, ഹെൽത്ത് എന്നതിൻ്റെ ഡെഫിനിഷൻ തന്നെ നമുക്കറിയാം അല്ലേ? എന്താണ്? വാട്ട് ഈസ് ഹെൽത്ത്? ഹെൽത്ത് ഈസ് physical, mental and social well-being, not merely the absence of diseases in the World Health Organization പറയുമ്പോൾ ശാരീരികമായും മാനസികമായും സാമൂഹികമായും നാം ഓരോരുത്തരും അനുഭവിക്കുന്ന സുസ്ഥിരാവസ്ഥയാണ് ആരോഗ്യം. അത് വെറും രോഗമില്ലാത്ത അവസ്ഥയല്ല. എനിക്ക് കാലുവേദന ഇല്ല, ഊരവേദന ഇല്ല, മുട്ടുവേദന തീരെ ഇല്ല, ഷോൾഡർ പെയിന് പിന്നെ ഞാൻ അനുഭവിച്ചിട്ട് പോലും ഇല്ല. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഹൈപ്പർ തൈറോയിഡിസും ഹൈപ്പോതൈറോയിഡിസും ഒന്നുമില്ല അല്ലേ? നമ്മളെ ഭാഷയിൽ തൈറോയിഡേ ഇല്ല നമ്മൾ പറയല്ലേ. അതൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഐ എം ഹെൽത്തി നമുക്ക് പറയാൻ പറ്റുമോ? എന്തെന്നെയാളെ നിങ്ങളൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കണേ? പറ്റുമോ? ഐ എം ഹെൽത്തി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇല്ല എന്ന് വിചാരിച്ച് ഞാൻ ഹെൽത്തി അല്ല. ഇടയ്ക്കിടയ്ക്കൊരു മൈഗ്രെയിനാണ് ഡോക്ടറെ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഒരു മൈഗ്രെയിനാണ്. MRI എടുത്ത് നോക്കി, CT എടുത്ത് നോക്കി, ഒന്നുമില്ല, ഒന്നും കാണുന്നില്ല. പക്ഷേ ഇടയ്ക്കൊരു തലവേദനയാണ്. ചിലപ്പോൾ തലേൻ്റെ വലത് ഭാഗത്ത്, ചിലപ്പോൾ തലേൻ്റെ ഇടത് ഭാഗത്ത്, ചിലപ്പോൾ തലേൻ്റെ മുൻപിൽ, ചിലപ്പോൾ ബാക്കിൽ. ചിലപ്പോൾ കിടന്നാലും ഉറക്കം വരില്ല. ഇനി 12 മണിയായി ഞാനൊന്ന് കണ്ണ് മാളിയാൽ തന്നെ 2 മണിയാകുമ്പോൾ ഞാൻ ഉണരും, പിന്നെ ഉറങ്ങാൻ കഴിയില്ല. ഇടയ്ക്ക് നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു കെട്ടലാണ് എന്നൊക്കെ പറയും നമ്മളെ നാട്ടിലെ പേഷ്യൻസ് വന്നിട്ട് ക്ലിനിക്കിൽ എന്ന് പറയണത്. നെഞ്ചിൻ്റെ ഉള്ളിൽ എന്തോ കെട്ടിക്കിടക്കണ പോലെയാണ്. കൊളോണോസ്കോപ്പി എടുത്തു, എൻഡോസ്കോപ്പി എടുത്തു, USG ചെയ്തു, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അതിലൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത എന്തോ ഒന്നും ഉള്ളിൽ. ചിലപ്പോൾ ഭക്ഷണം ഇറങ്ങണില്ല ഡോക്ടറെ, എനിക്ക് തൊണ്ടയിൽ ക്യാൻസർ ഉണ്ടോ, ബയോപ്സി വരെ എടുത്ത് നോക്കി, ഒന്നുമില്ല. അസുഖങ്ങളുടെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല, പക്ഷേ ഭക്ഷണം ഇറങ്ങണില്ല. ഇവിടെ എന്തോ കെട്ടിക്കിടക്കണ പോലെയാ. നോക്കൂ, ഉറക്ക ഗുളിക കുടിക്കാതെ, ആൻറ്റി ഡിപ്രസൻസ് കഴിക്കാതെ, സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാതെ, അൽഹംദുലില്ലാഹ് ചൊല്ലിക്കൊണ്ട് അതൊരു കുടിലായിരിക്കാം ഒരു പക്ഷേ. മഴയിൽ നിന്നും വെയിലിൽ നിന്നും മാത്രം എന്നെ സംരക്ഷിക്കുന്ന 4 ചുവരുകളും ഒരു മേൽക്കൂരയും മാത്രമുള്ളൊരു വീടായിരിക്കാം. ഒരു വേള കുടിലെന്ന് മാത്രം വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരിടമായിരിക്കാം. തൊട്ടരികിലുള്ള ബംഗ്ലാവിൽ നിന്നും, അതിൽ നിന്നും ആഡംബരങ്ങളോ സുഖലോലുപതകളോ എല്ലാം എനിക്ക് നൽകാമെന്ന് പറഞ്ഞാലും ഒരു വേള ഞാൻ കയറി ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു കുടിലുണ്ട്. അവിടെ ഈ ഉറക്ക ഗുളികയുടെയോ ആൻറ്റി ഡിപ്രസൻസിൻ്റെയോ സഹായമില്ലാതെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് എൻ്റെ സമാധാനക്കൂട്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം. അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാം മതം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. എന്നോടാ പറയണത്.
നമ്മുടെ ഓരോരുത്തരോടുമാണ് പറയണത്. നമ്മളൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. നാളെ ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. എന്തൊക്കെയാണ്? പുരുഷന്മാരെടുത്ത് പറയാ, പുരുഷന്മാരെ, നിങ്ങൾ മാതാപിതാക്കളുടെയും ഭാര്യാസന്താനങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് എങ്കിൽ, നമ്മൾ സ്ത്രീകളോട് പറഞ്ഞതെന്താ? സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളുടെ ഭർതൃഗൃഹത്തിൻ്റെ അധിപകളാണ്. കഴിച്ചിലായില്ലേ നമ്മൾ? അല്ലേ? ചില്ലറ പണിയാണ് നമുക്ക് കിട്ടിയത്. ആണുങ്ങൾക്ക് എണ്ണി പറഞ്ഞു കൊടുത്തേക്കണ്. എന്തൊക്കെയാ? മാതാപിതാക്കളുടെയും ഭാര്യാസന്താനങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് എങ്കിൽ നമുക്ക് ഏൽപ്പിച്ചു തന്നത് പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ഭർതൃഗൃഹത്തിൻ്റെ അധിപകളാണ്. വീണ്ടും ഇസ്ലാം പഠിപ്പിക്കുക, അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ. ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ഭർതൃഗൃഹത്തിൻ്റെ റാണികളാണ്. റാണികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഞാൻ റാണിയാണോ? എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ആരൊക്കെയാണ്? ഭർതൃഗൃഹമാണ്, എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, ഞാൻ കയറി ചെന്ന ഇടമാണ്. അള്ളാഹുവിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഉത്തരവാദിത്തം, എൻ്റെ മുഴുവനായും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് എന്നെ കൈ പിടിച്ച് സ്വീകരിച്ച എൻ്റെ ഇണ എൻ്റെ ഉത്തരവാദിത്തമാണ്. നാളെ ചോദ്യം ചെയ്യപ്പെടും. എൻ്റെ ഉമ്മ ഉപ്പ, എന്നെ നൊന്ത് പ്രസവിക്കാത്ത എൻ്റെ ഉമ്മ, എന്നെ ജനിപ്പിക്കാത്ത എൻ്റെ ഉപ്പ, അവിടെയുള്ള ഓരോ ബന്ധങ്ങളും നമുക്കറിയാം. നമ്മളൊക്കെ ഒരു റോളല്ല അല്ലേ? നാടകത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ നല്ല സുഖമാണ്, അല്ലെങ്കിൽ സീരീസിലോ സീരിയലിലോ സിനിമയിലൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ ഒരു റോൾ അഭിനയിച്ചാൽ മതി ഒരാൾക്ക്, അല്ലേ? മികച്ച നടിക്കുള്ള അവാർഡ് ഒരാൾക്കാണ് കിട്ടുക. മികച്ച നടിക്കുള്ള അവാർഡ് തന്നെ അയാൾക്ക് തന്നെ സഹനടിക്കുള്ള അവാർഡ് കിട്ടുമോ? ഇല്ല, സഹനടി വേറെയാ, അല്ലെങ്കിൽ വില്ലന് വേറെയാണ്. ഓരോരുത്തർക്കും ഓരോ റോളുകളാ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എൻ്റെ ജീവിതമാകുന്ന ഈ നാടകത്തിൽ ഞാൻ എത്ര റോളുകൾ അഭിനയിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കി, ഒരു മകളുടെ റോള്, അവിടെ മികച്ച മകൾക്കുള്ള അവാർഡ് എനിക്ക് തന്നെ കിട്ടണം. ഞാനൊരു ഭാര്യയുടെ റോള്, അതേ സമയം മകളാവുന്നതോടൊപ്പം ഞാനൊരു ഭാര്യയാവുന്നുണ്ട്. ഈ മകളും ഭാര്യയും ആവുന്നതിനോടൊപ്പം ഞാൻ ഉമ്മയാണ്, മരുമകളാണ്, നാത്തൂനോ മൂത്തച്ചിയോ ഇളച്ചിയോ ആണ്. നിങ്ങൾ പല നാട്ടിലുള്ള ആൾക്കാരുണ്ട്, നിങ്ങൾ മൂത്തച്ചി ഇളച്ചിയൊക്കെ മനസ്സിലാവുമോ? നിങ്ങളെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് മൂത്തച്ചി, അനിയൻ്റെ ഭാര്യയാണ് ഇളച്ചി. ഞാൻ പക്ക മലപ്പുറം ജില്ലക്കാരി ആയതുകൊണ്ടേ ഇടയ്ക്കൊക്കെ ആ കൊളോക്കിയൽ ലാംഗ്വേജ് ആ സ്പിരിറ്റിൽ അങ്ങോട്ട് വന്നു. അപ്പോൾ തിരിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടാ. കാസർഗോഡ് ക്ലാസ്സിന് പോകുമ്പോഴേ, ഞാൻ ആദ്യമായിട്ട് കാസർഗോഡ് ക്ലാസ്സിന് പോയ സമയത്ത് ട്രെയിനിലിരുന്നിട്ട് 2-3 വർഷങ്ങൾക്ക് മുൻപേ ട്രെയിനിലിരുന്നിട്ട് നൗഷാദ് ഖാൻ അടുത്ത് ഞാൻ ചോദിച്ചു, അല്ല നൗഷാക്കേ, നമ്മൾ കാസർഗോഡേക്കാണ് ക്ലാസ്സിന് പോകണം, അത് മഞ്ചേശ്വരമാണ്, ഏകദേശം മംഗലാപുരം അടുത്തെത്തി. കാസർഗോഡ് ക്ലാസ്സിന് പോവാണ്, നമ്മൾ മലപ്പുറത്തു നിന്നാണ് പോണത്. ഞാനാണെങ്കിൽ അറിയാതെ മലപ്പുറം സ്ലാങ് പറഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ പറയണത് ഓൽക്ക് തിരിയുമോ എന്ന് ചോദിച്ചു. ഞാൻ നൗഷാദ് ഖാൻ എൻ്റെ അടുത്ത് പറയാം, ഒന്നെങ്കിൽ ഓൽക്ക് തിരിയും, അല്ലെങ്കിൽ ഓല് നട്ടം തിരിയും. തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പല്ലേ നട്ടം തിരിയും എന്നുള്ളത്. അതുപോലെ നിങ്ങൾ നട്ടം തിരിയുന്നുണ്ടെങ്കിൽ ചോദിക്കേട്ടാ. അപ്പം ഈ മൂത്തച്ചി ഇളച്ചി ഇതൊക്കെ ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന റോളുകളാ. നാളെ എൻ്റെ ഈ നാടകത്തിന് അവാർഡ് പ്രഖ്യാപിക്കും. അവിടെ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് മികച്ച മകൾക്കുള്ള അവാർഡ് എനിക്ക് കിട്ടണം, മികച്ച മരുമകൾക്കുള്ള അവാർഡും മികച്ച ഉമ്മയ്ക്കുള്ള അവാർഡും മികച്ച നാത്തൂനും മൂത്തച്ചിക്കും ഇളച്ചിക്കും അമ്മായിക്കും മൂത്തമ്മാക്കും ഒക്കെ ഉള്ള അവാർഡ് ഇൻഷാ അല്ലാ എനിക്ക് കിട്ടണമെന്ന ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം എന്നാണ് നേരത്തെ പറഞ്ഞ വൈകുന്നേരങ്ങളിൽ സംഭവിക്കുന്ന അസസ്മെൻറ്റിൽ പലപ്പോഴും കാണാറുള്ളത്. കാരണം എല്ലാ മരങ്ങളും ഫലങ്ങൾ നൽകുന്നതാണ്. അല്ലാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഉണർത്തുക, എല്ലാ മരങ്ങളും നിങ്ങൾക്ക് മധുരമുള്ള ഫലങ്ങൾ നൽകുന്നുണ്ട്, പക്ഷേ മനുഷ്യ മനസ്സ് നൽകുന്ന ഫലങ്ങളാണ് നമ്മുടെ മക്കൾ. കുടുംബം കൂടുമ്പോൾ ഇമ്പം പകരുന്ന ആ കുടുംബത്തെ ഒരു ചങ്ങലയോട് നമ്മൾ ഉപമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചങ്ങല നമുക്കൊക്കെ അറിയാം, ചങ്ങല നമ്മൾ ഉപയോഗിക്കുക എന്തിനാ? 2 വസ്തുക്കൾ പരസ്പരം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അകന്നു പോവാതെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ചങ്ങല.
ഈ ചങ്ങല വാങ്ങുമ്പോൾ നമ്മൾ കട്ടിയുള്ള ചങ്ങല വാങ്ങും. ഇങ്ങനെ പൊട്ടിച്ച് വലിച്ചു നോക്കുമ്പോഴത്തേന് പൊട്ടുന്ന ചങ്ങല നമ്മൾ വാങ്ങൂല. കാരണം എന്താണോ അതിൻ്റെ പ്രവൃത്തി, അത് നടക്കാത്ത ഒന്നിനെ നമ്മൾ വാങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ണികൾ ഏറ്റവും ദൃഢമുള്ള കണ്ണികളാവാൻ, അതിൻ്റെ കണ്ണികൾ ഏറ്റവും ശക്തിയുള്ള ഏറ്റവും ബലമുള്ള കണ്ണികളാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടേ ചങ്ങല വാങ്ങുള്ളൂ. അതിൻ്റെ രണ്ടറ്റങ്ങളിൽ കൂട്ടിക്കെട്ടുന്ന ആ വസ്തുക്കൾ പരസ്പരം പിരിഞ്ഞു പോവാൻ പാടില്ല, പരസ്പരം അകന്നു പോവാൻ പാടില്ല. ആ ചങ്ങലയോടാണ് നാം നമ്മുടെ കുടുംബത്തെ ഉപമിക്കുന്നത് എങ്കിൽ ആ ചങ്ങലയുടെ ആദ്യത്തെ 2 കണ്ണികൾ നമ്മുടെ ഇണകളാണ്. ഒരു കുടുംബം ഉണ്ടാവുന്നത് തികച്ചും വ്യത്യസ്തരായ 2 പേർ, ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. യാതൊരു സാമ്യതകളും ഇല്ല അല്ലേ? അതുകൊണ്ടല്ലേ സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഖുർആൻ ആണിനെയും പെണ്ണിനെയും ഉപമിച്ചിട്ടുള്ളത് രാവിനോടും പകലിനോടുമാണ്. രാത്രിയും പകലും തമ്മിലുള്ള ബന്ധം എന്താണ്? രാത്രിയും പകലും തമ്മിലുള്ള ബന്ധം എന്താ? രാത്രി പോകുമ്പോൾ പകൽ വരും, പകൽ പോകുമ്പോൾ രാത്രി വരും, ഇല്ലേ? യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ഇവർ തമ്മിൽ യാതൊരു സാമ്യതകളും ഇല്ല എന്നതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. അതിനോടാണ് ആണിനെയും പെണ്ണിനെയും ഉപമിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഓർത്തു നോക്കൂ നിങ്ങൾ. അതിലേറെ മാസ്മരികമായ മറ്റൊരു ഉപമയുണ്ടോ? അത്ര പോലും രാത്രിയും പകലും തമ്മിൽ ബന്ധമില്ല. ഈവൻ നമ്മുടെ ശരീരം പോലും രാത്രിയാകുമ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അതിനനുസരിച്ചാവുകയാണ് അല്ലേ? നമ്മുടെ ഓർഗൻസിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ ചെറുതെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അത്ര പോലും രാത്രിയും പകലും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുമ്പോൾ ആണും പെണ്ണും അത്ര പോലും ബന്ധമില്ല. ശരീരം കൊണ്ട് തികച്ചും വ്യത്യസ്തരാണ്. ചിന്തകൾ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ടൊക്കെ ആണും പെണ്ണും വ്യത്യസ്തരാണ്. ഇത്രയേറെ വ്യത്യസ്തരായ 2 പേരെ നിക്കാഹ് എന്ന് പറയുന്ന, തനാകഹത്തുൽ അസ്ജാർ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് നിക്കാഹ്. എന്താ അതിനർത്ഥം? വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾ. വേർപിരിക്കാൻ പറ്റൂലോ, വേർപിരിക്കാൻ പറ്റൂല എന്നാണ് പറയണത്. മഞ്ചേരി കുടുംബ കോടതിയിൽ പോയൊക്കെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകൾ എവിടുന്നാണുള്ളത്? ഈ തനാകഹത്തുൽ അസ്ജാർ കേട്ട് അതിൽ നിന്നും ഉണ്ടായ നിക്കാഹ് എന്ന് പറയുന്ന വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഉപമിക്കപ്പെട്ട, വസ്ത്രത്തിനോട് ഉപമിക്കപ്പെട്ട പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ വക്താക്കളായ നമ്മുടെ കൗമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകൾ മഞ്ചേരി കുടുംബ കോടതിയിലുള്ളത് അല്ലേ? നമ്മൾ ഓർക്കണം, വേർപിരിക്കാൻ പറ്റൂല എന്ന് എത്ര അർത്ഥത്തോടു കൂടി നമ്മളോട് ഉപദേശിക്കുന്നുണ്ടോ അത്രയേറെ ഇങ്ങനെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ആ ആദ്യത്തെ 2 കണ്ണികളാവുന്ന ഈ ഇണകൾ വസ്ത്രത്തോട് ഉപമിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എത്ര മനോഹരമായൊരു ഉപമയാണല്ലേ? എൻ്റെ വസ്ത്രം എനിക്ക് ഭംഗിയാണ്, എനിക്ക് അലങ്കാരമാണ്, എൻ്റെ ന്യൂനതകളെ മറക്കുന്നതാണ്. അപ്രകാരം ഇണകൾ പരസ്പരമായി തീരുക എന്ന് പറയുമ്പോൾ എൻ്റെ ഇണയുടെ ഭംഗിയായി തീരേണ്ടവളാണ് ഞാൻ. എൻ്റെ ഭംഗിയെ വർദ്ധിപ്പിക്കേണ്ടവനാണ് എൻ്റെ ഇണ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പടച്ചോന് നമുക്ക് തരുന്ന വാഗ്ദാനമാണ്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന നവീന കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കോട്ടാണ് ജെൻഡർ ഈക്വാലിറ്റി അല്ലേ? ജെൻഡർ ഈക്വാലിറ്റി ഇവിടെ ഇല്ലേ? നാട്ടിൽ മാത്രമേ ഉള്ളൂ? ഇവിടെ ഉണ്ടോ? സത്യമായിട്ടും ചോദിക്കും. ഞാൻ ഇവിടെ ഇവിടെ നടക്കൂല എന്നാ പറയണത്. ഇവിടെ ജെൻഡർ ഈക്വാലിറ്റി നടക്കൂലേ? നടക്കൂല എന്നാ പൊരേലോ? പൊരേല് നടക്കുവോ ജെൻഡർ ഈക്വാലിറ്റി? പൊരേല് തീരെ നടക്കൂല എന്ന്. സൗദിയിലും നടക്കൂല, പൊരേല് തീരെ നടക്കൂല. അത് തന്നെയാവട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ച. പൊരേൽ ജെൻഡർ ഈക്വാലിറ്റി നടക്കുമോ? എന്താണ് പരിശുദ്ധ ഇസ്ലാം മതം പറയുന്നത്? അൽഹംദുലില്ലാ, ഇവിടെ ഖിറാഅത്തിൽ മനോഹരമായ ഖിറാഅത്ത് നമ്മൾ കേട്ടൂലേ? അതിൻ്റെ അർത്ഥം കേട്ടോ നിങ്ങൾ? കേട്ടില്ലേ? ആ അർത്ഥം കേട്ടപ്പോൾ എത്ര പേരത് മനോഹരമായി ആസ്വദിച്ചു? എത്ര പേരുടെ ഉള്ളിൽ അതെന്താ അങ്ങനെ എന്ന് തോന്നി?
അല്ലേ? നമ്മൾ തുറന്ന് പറയണം. അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതാ പലതും നമ്മൾ ഉള്ളിലൊതുക്കും. പക്ഷേ ഈ ആൽഫ ജനറേഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ സ്വപ്നം കണ്ട് കിനാവ് കണ്ട് പ്രതീക്ഷയോടുകൂടി നമ്മൾ വളർത്തുന്ന നമ്മളെ മക്കളാണ് ആൽഫ ജനറേഷൻ, അല്ലേ? 2010 ശേഷമുള്ള ജനറേഷനാണ് ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത്. ഈ റോബോട്ടിക്സ് യുഗത്തിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ, മെറ്റാവേഴ്സിൻ്റെ കാലഘട്ടത്തിൽ 1500 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് തലച്ചോറിൻ്റെ കപ്പാസിറ്റി ആയിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? പലപ്പോഴും ഉമ്മ ഉപ്പ എന്ന് അഹങ്കരിക്കുന്നവർ. ഇന്ന് വരുമ്പോൾ പോലും, ക്ലാസ്സിന് വരുമ്പോൾ പോലും ഇളയമ്മ മക്കളോട് പറയുന്നുണ്ട്, ഉമ്മ വരുമ്പോഴത്തേന് ഫുള്ള് പഠിക്കണം കേട്ടാ, അല്ലേ? നാളെ എക്സാം തുടങ്ങുകയാണല്ലോ, മക്കളെ 3 നേരം വീട്ടിലാക്കിയിട്ടാണ് വരുന്നത്. ഉമ്മ വരുമ്പോഴത്തേന് ഫുള്ള് പഠിക്കണം. അപ്പോൾ ഉമ്മ എന്ന ഒരു ഭാവമുണ്ട്, അല്ലേ? അപ്പാരെ പിന്നെ പറയണ്ടല്ലോ. നമുക്ക് ഉമ്മാർക്ക് തന്നെ ഭാവം ഉണ്ടെങ്കിൽ സ്ത്രീകളിൽ അധികാരമേൽപ്പിക്കപ്പെട്ടവരാകുന്ന പുരുഷന്മാരുടെ വാപ്പ എന്നുള്ള ഭാവം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അങ്ങനെ ഉമ്മ വാപ്പ അവസ്ഥയിലിരുന്നു കൊണ്ട് അഹങ്കരിക്കുന്ന, ഒരു വേള സ്വകാര്യമായെങ്കിലും അഹങ്കരിക്കുന്ന നമ്മൾ 1500 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സാണ് തലച്ചോറിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. പക്ഷേ നമ്മുടെ മക്കൾ 1800 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സാണ് തലച്ചോറിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. നമ്മൾ ഓർക്കണം, ടെക്നോളജിയുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളെക്കാളും അറിയുന്നത് നമ്മുടെ മക്കൾക്കായിരിക്കും, അല്ലേ? നമ്മളെ മക്കൾക്കായിരിക്കും ഒരു പക്ഷേ ടെക്നോളജി വൈസ് നമ്മളെക്കാളും അറിവും വിവരവും ഉള്ളവർ നമ്മളെ കുട്ടികൾ. അൽഹംദുലില്ലാ, അത് അങ്ങനെ തന്നെ ആവണം. ടെക്നോളജി ആണെങ്കിലും ശാസ്ത്രമാണെങ്കിലും ഒക്കെ നമ്മുടെ മക്കൾ നമ്മളെക്കാളും, നമ്മളൊക്കെ ആഗ്രഹിക്കുക അങ്ങനെയാണ്, അല്ലേ? എൻ്റെ കുട്ടി എന്നെപ്പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആൾ ഇവിടെ ഉണ്ട്? സുബ്ഹാനല്ലാഹ്, ഒരാളും കൂടി ഇല്ലേ? ഇയാളെ നിങ്ങളെ പോലെ ആവണ്ടേ നിങ്ങളെ കുട്ടികൾ? അതാണ് എൻ്റെ കുട്ടി എന്നേക്കാളും നന്നാവണം. നോക്കൂ, അവിടെ തന്നെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി എന്നേക്കാളും ഉയരങ്ങളിൽ എത്തണം. അപ്പം എനിക്കെന്താ പ്രശ്നം? അടുത്ത ചോദ്യ, അപ്പം എനിക്കെന്താ പ്രശ്നം? അപ്പം എനിക്കെന്തോ പ്രശ്നമുണ്ട്. ഞാൻ ആഗ്രഹിക്കാത്ത, ചിലപ്പോൾ എനിക്ക് പോലും വെറുപ്പ് തോന്നുന്ന, എനിക്ക് പോലും ഇഷ്ടമില്ലാത്ത ചില സ്വഭാവങ്ങൾ, ചില ഇഷ്ടാനിഷ്ടങ്ങൾ, ചില വിചാരങ്ങൾ എനിക്കുള്ളത് കൊണ്ടല്ലേ എൻ്റെ കുട്ടി എന്നെപ്പോലെ ആവരുത് എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ മറ്റൊരു വിവക്ഷയാണ് എൻ്റെ കുട്ടി എന്നേക്കാളും ഉയരങ്ങളിൽ എത്തണമെന്നത്. അവിടെയാണ് സ്വയം ഒരു വിലയിരുത്തൽ വേണ്ടത്, അല്ലേ? ഈ ക്യാമറ എൻ്റെ ഭാഗത്തുനിന്ന് മാറ്റി നിങ്ങളെ ഭാഗത്തേക്ക് തിരിച്ചേക്കുമ്പോൾ എന്താ സംഭവിക്കുക? വേഗം ഫോൺ എടുക്കും, ഫ്രണ്ട് ക്യാമറ ഓണാക്കി നോക്കും, ഇല്ലേ? ഇല്ല? ജിദ്ദക്കാരിങ്ങളെ, ഞങ്ങൾ നാട്ടിൽ കേരളത്തിലൊക്കെ എങ്ങനെയാണെന്നറിയോ? ക്യാമറ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തിരിക്കുമ്പോൾ തന്നെ എല്ലാവരും വേഗം എന്തെടുക്കും? ഫോൺ എടുക്കും. എന്നിട്ട് ഫ്രണ്ട് ക്യാമറ ഓണാക്കി ഒന്ന് നോക്കും. എന്താ, മുടിയൊന്നും കാണുന്നില്ലല്ലോ, ഇല്ലേ? മുടിയൊന്നും കാണുന്നില്ലല്ലോ തമ്പുരാനെ, എൻ്റെ കഴുത്തൊന്നും കാണുന്നില്ല. നമ്മളൊന്ന് ഫിറ്റാകാൻ ശ്രമിക്കും, ഇല്ലേ? നിങ്ങളെന്തൊക്കെ ആദ്യമായിട്ട് കേൾക്കണേ കാണണിമാതിരി ഇരിക്കണയാളെ. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്, നിങ്ങളൊക്കെ അങ്ങനെ തന്നെ. നമ്മൾ വേഗം ഫ്രണ്ട് ക്യാമറ എടുത്തൊന്ന് നോക്കും. കാരണം എന്താ, അതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടൊക്കെ. കുറച്ച് കഴിയുമ്പോൾ ഇസ്ലാഹി സെൻറ്ററിൻ്റെ IWO അല്ലേ, ഇതിൻ്റെ ഗ്രൂപ്പിൽ വീഡിയോ വരും. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് നോക്കാം, നമ്മളെ മാത്രമേ കാരം. അതുമല്ലേ, ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു ഫോട്ടോ നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ, ഒരു ഫോട്ടോ നമ്മൾ ഗ്രൂപ്പിലിടുമ്പോൾ ആദ്യം ഞാൻ ഇന്നെ തന്നെ സൂം ചെയ്ത് നോക്കും. എൻ്റെ മുഖം മൊഞ്ചാണോ, ഞാൻ എന്തെങ്കിലും ഫോർവേഡ് ചെയ്യും. അപ്പുറത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ ഒരു കണ്ണ് അടച്ച് ഒരു കണ്ണ് തുറന്നു നോക്കി കാരം. അത് നമ്മൾ നോക്കൂല. കാരണം എന്താ, ഞാൻ പെർഫെക്റ്റ് ആണ്, അതുകൊണ്ട് ഒറ്റ ഫോർവേഡ്. അത് സംഭവിക്കുന്നത് എന്തുകൊണ്ട്, ഇതിൽ വരുന്ന വീഡിയോകൾ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. പക്ഷെ ആ വീഡിയോ അല്ലെങ്കിൽ ആ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലേ? മൊബൈൽ ഫോണിൽ നിരവധി ഓപ്ഷൻസ്, ആപ്ലിക്കേഷൻസാ. അതിൽ കയറിക്കഴിഞ്ഞാൽ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട്, എന്താ നിങ്ങൾ കാസർഗോഡ് ഭാഷ പറയണല്ലോ, വെളുത്ത് പാറുകയെ, അല്ലേ? എന്നെയൊക്കെ വെളുത്ത് പാർപ്പിക്കാൻ പറ്റുന്നയാളെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ രൂപത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ജീവിക്കുന്നത് 3 ക്യാമറൻ്റെ മുമ്പിലാണ്. 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു ക്യാമറയും, 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു ക്യാമറയും, LKG പഠിക്കുന്ന ഒരു ക്യാമറയും. ഈ 3 ക്യാമറകൾ ഓരോ നിമിഷവും എന്നെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറയണത് എന്താ, ഞാൻ കേൾക്കണത് എന്താ, ഞാൻ പ്രവർത്തിക്കണത് എന്താ, ഞാൻ അനുഭവിക്കണത് എന്താ,
ഈ ക്യാമറകൾ റെക്കോർഡഡ് ആയ ഈ വേർഷൻ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലൂടെ ആ റെക്കോർഡഡ് വീഡിയോകൾ എന്നെ കാണിപ്പിക്കും, എന്നെ കേൾപ്പിക്കും, എന്നെ അനുഭവിപ്പിക്കും. പക്ഷേ അവിടെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവില്ല. വെളുപ്പിച്ച് പാർപ്പിക്കാനോ നന്നാക്കി എടുക്കാനോ യാതൊരു ഓപ്ഷനുകളും ഇല്ലാത്ത രൂപത്തിൽ ആ 3 ക്യാമറകളുടെയും വീഡിയോകൾ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ശാസ്ത്രം പറയുകയാണ്, ഒരു മനുഷ്യൻ ആരാവണമെന്ന് തീരുമാനിക്കുന്നത്, മെഡിക്കൽ സയൻസ് പറയാ, ഒരു മനുഷ്യൻ ആരാവണം, എപ്രകാരമായി തീരണം, എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്ന 2 ഘടകങ്ങളാണ്. 50%, the first one is his hereditary, അയാളുടെ പാരമ്പര്യമാണ്. ദ സെക്കൻഡ് റിമൈനിങ് 50% ഈസ് എന്താണ്, അയാളുടെ എൻവിയോൺമെൻ്റ് ആണ്. ആ മനുഷ്യൻ ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന അയാളുടെ എൻവിയോൺമെൻ്റ് ആണ്, ചുറ്റുപാടാണ് എന്ന് പറയുമ്പോൾ 7 വയസ്സ് വരെ മാത്രമാണ് ഒരു കുട്ടിയുടെ തലച്ചോറ് വളരുന്നത്. അതും മെഡിക്കൽ സയൻസ് തെളിയിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ തലച്ചോറ് വളരുന്നത് 7 വയസ്സ് വരെ മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റാണ് സംഭവിക്കുക. ആ ഗ്രോ ചെയ്ത് വളർന്ന ആ തലച്ചോറിൻ്റെ ഡെവലപ്മെൻ്റാണ് പിന്നെ സംഭവിക്കുന്നത്. ഈ 7 വയസ്സിനുള്ളിൽ ആ കുട്ടിയുടെ തലച്ചോറിലേക്ക് എന്തെല്ലാം കേട്ടു, എന്തെല്ലാം കണ്ടു, എന്തെല്ലാം അനുഭവിച്ചു, അവയാണ് ആ കുഞ്ഞായിത്തീരുന്നത് എങ്കിൽ 7 വയസ്സ് വരെയുള്ള ആ കുട്ടിയുടെ 50%, ആദ്യത്തെ 50% ഹെറിഡിറ്ററി ഈസ് ഞാനും എൻ്റെ ഇണയുമാണ്. എൻ്റെ 3 മക്കളുടെ ഹെറിഡിറ്ററി എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഇണയുമാണ്. 8 ജനറേഷൻ വരെ പിറകിലേക്ക് ജനറ്റിക് ക്യാരക്ടേഴ്സ്, നമ്മുടെ ക്രോമസോംസ് പോകുന്നുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ചില സ്കോളേഴ്സ് 13 ജനറേഷൻ വരെ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടേക്ക് ലീസ്റ്റ് പോസിബിലിറ്റിയാണ്, 5% ക്യാരക്ടേഴ്സ് മാത്രമാണ് കിട്ടുന്നത്. ബാക്കിയെല്ലാം ഉമ്മയുടെയും ഉപ്പയുടെയുമാണ്. അല്ലേ? സമ്മാനം വാങ്ങി വരുമ്പോൾ ഉമ്മാരെന്താ പറയുക, നോക്കാൻ നിങ്ങൾ ഇതിൻ്റെ കുട്ടിയാണെന്ന്, അല്ലേ? ഗിഫ്റ്റൊക്കെ വാങ്ങി സ്കൂളിൽ നിന്ന് അംഗീകാരമൊക്കെ ലഭിച്ചു വരുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ പറയും, നോക്കിയാ നിങ്ങൾ എൻ്റെ കുട്ടിയാണത്. മൂപ്പര് പറയും, നോക്കിയാടി എൻ്റെ കുട്ടി അതിട്ടാ. കുരുത്തക്കേട് കാണിച്ച് വിളിക്കുമ്പോഴോ പ്രിൻസിപ്പൾ വിളിക്കുമ്പോൾ പറയും അൻ്റെതല്ലേന്ന്, അല്ലേ? മൂപ്പര് പറയും അൻ്റെതല്ലേ, നമ്മൾ പറയും ഇങ്ങളതല്ലേ, ഇങ്ങളെന്നെ പോയാൽ മതി പാരൻസ് മീറ്റിങ്ങിന്, ഞാൻ വഴിക്ക് പോവില്ല. നല്ലത് ചെയ്യുമ്പോൾ, നന്മ കാണുമ്പോൾ എൻ്റേതാണെന്ന് അവകാശം പറയുകയും തിന്മ കാണുമ്പോൾ നിൻ്റേതാണെന്ന് കുറ്റപ്പെടുത്തുവാനും അവകാശമില്ല പരിശുദ്ധ ഇസ്ലാം മതത്തിൽ. അള്ളാഹു യുക്തിമാനും നീതിമാനുമാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മയിൽ നിന്നും 23 ക്രോമസോംസും ഉപ്പയിൽ നിന്നും അത്ര തന്നെ 23 ക്രോമസോംസും എടുത്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നാം ഓരോരുത്തരും. ഇതിലപ്പുറം ജെൻഡർ ഈക്വാലിറ്റി വേറെ എവിടെയാണ് ഉള്ളത്? സൗദിയിലും ഉണ്ട്, നമ്മളെ പൊരയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ജെൻഡർ ഈക്വാലിറ്റി. സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പോലും വാപ്പയാണ് നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവനാണ്. സ്വത്തിൽ നമ്മളെക്കാളും ഒരരട്ടി അവകാശം കൊടുക്കുന്നുണ്ട്, ഇല്ലേ? പരാതി ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, അല്ലേ? അതാണ് ഇക്വാലിറ്റി ഇല്ലല്ലോന്ന്, ഇല്ലേ? നമ്മൾ പരാതി ഉണ്ടാവും, എന്തൊക്കെ പറഞ്ഞാലും. ഈ കോലത്തിലൊക്കെ പ്രസംഗിച്ച് നാട്ടിൽ നാളെ ഭാഗം വെപ്പ് നടക്കുകയാണെന്ന് പറഞ്ഞ് നേരത്തിന് നമ്മൾ ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തി. കാരണം എന്താ? ഒപ്പിടണമെങ്കിൽ നമ്മൾ എത്തണ്ടേ? ആങ്ങൾക്ക് നമ്മളെക്കാൾ ഏറെ കൊടുക്കണത്. ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇടങ്ങേറല്ലേ, ഇല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തേ ഈക്വൽ അല്ലേ? എവിടെ ഈക്വാലിറ്റി? എവിടെ ഈക്വാലിറ്റി? ഇസ്ലാമിൻ്റെ വിധിയാണ് സ്ത്രീക്ക് കൊടുക്കുന്നതിനേക്കാളും 1 ഇരട്ടി ഏറെ പുരുഷന് നൽകപ്പെടുക. ഈക്വാലിറ്റി ഉണ്ടോ? എന്താണ് നിങ്ങളോടല്ലേ ചോദിക്കണത്, ഈക്വാലിറ്റി ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ ഏതെങ്കിലും ഒന്ന് പറയുന്ന എനിക്ക് അതിനനുസരിച്ച് നിൽക്കാനാ. ഓരോ അഭിപ്രായം പറയണില്ല. ടീച്ചറെ ഉണ്ടോ, നമ്മളെ മതസ്ഥ ടീച്ചർ ഉണ്ടോ? ഈക്വാലിറ്റി ഉണ്ടോ? ജനോട് പറഞ്ഞാളാണ്, അല്ലേ? സ്റ്റേജിൽ കാര്യങ്ങൾ നിൽക്കല്ലോ, ജനോട് പറഞ്ഞാളാ. ചോദ്യം ഉത്തരമൊക്കെ ഞാൻ തന്നെ പറയാം. ഇക്വാലിറ്റി ഇല്ല എന്ന് പലപ്പോഴും പ്രസംഗമൊക്കെ കേട്ട് പോയാലും, അല്ലേ? നിയമജ്ഞരുടെ സ്കോളേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സൊക്കെ കേട്ട് പോയാലും മനസ്സിൻ്റെ ഉള്ളിലൊരു പുകട്ടൂടലാന്ന് പറയും. ഭാഗം വെപ്പങ്ങ് കഴിഞ്ഞാൽ ഒരു പൊറുതേടാ. ഇതെന്തിനാ പൊറുതേട്? ഈ സ്വത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ പറയുന്നുണ്ട് ആണുങ്ങൾക്ക് നമ്മളെക്കാൾ ഒരു ഇരട്ടി കൊടുത്ത് സഞ്ചിയും തൂക്കി ഓരങ്ങോട്ട് പോവുക. ആ സഞ്ചിൻ്റെ ബാക്കിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? ഉമ്മ, വാപ്പ.
ഉമ്മയുടെയും വാപ്പയുടെയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഭാര്യയുടെ ഭാരിച്ച ഉത്തരവാദിത്തം അവനിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മക്കളുടെ ഉത്തരവാദിത്തം അവനിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ വിവാഹം കഴിക്കാതെ ഇരിക്കുന്ന പെങ്ങന്മാരുടെ ബാധ്യത അവനിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വിവാഹം കഴിഞ്ഞതിന് ശേഷം തൊലാക്ക് പറഞ്ഞ് ഡിവോഴ്സായി പിരിഞ്ഞ് വീട്ടിൽ വന്ന് ജീവിക്കുന്ന പെങ്ങന്മാരുടെ അവകാശവും ഓനിൽ അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾക്ക് ആ പൈസയിൽ നിന്ന് ഒരു 5 ഉറുപ്പ്യ എടുത്ത് കടലമുട്ടായി വാങ്ങി തിന്നാനുള്ള റോളും കൂടി ഇല്ല. എനിക്കാരാ കടലമുട്ടായി വാങ്ങിത്തരണ്ടേ? നൗഷാദക്ക അല്ലേ? നമുക്കാരാ കടലമുട്ടായി വാങ്ങിത്തരണ്ടേ? നൗഷാദക്ക. നിങ്ങൾക്കൊക്കെ നൗഷാദക്ക വാങ്ങിത്തരുക ഇല്ലട്ടാ, നടക്കണ പരിപാടിയല്ല. എനിക്ക് മാത്രം നൗഷാദക്കൻ്റെ ഡ്യൂട്ടിയാണ് എനിക്ക് കടല മിഠായി വാങ്ങിത്തരേണ്ടത് നൗഷാദക്കാണ്. നിങ്ങൾക്കൊക്കെ വാങ്ങിത്തരേണ്ടത് നിങ്ങളുടെ ഇണകളാണ്. എനിക്ക് കിട്ടുന്ന സമ്പത്തിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന എൻ്റെ ആങ്ങളയ്ക്ക് കൊടുക്കുന്നതിൻ്റെ ആ പകുതി സമ്പത്തിന്ന് ഒരു കടല മിഠായി പോലും വാങ്ങി തിന്നേണ്ട ഡ്യൂട്ടി അവകാശം എനിക്കില്ല എങ്കിൽ എൻ്റെ പണത്തിൽ നിന്നും 10 പൈസയെങ്കിലും നൗഷാദക്ക എൻ്റെ പൊരുത്തമില്ലാതെ എടുത്താൽ അത് ഹറാമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. പൊന്നാറിൻ്റെ എണ്ണയാളെ ആ പകുതി നമുക്ക് പെട്ടിൻ്റെ ഉള്ളിൽ പാത്ത ചിരിക്കാനുള്ളതാ. അതിന്നൊരു 10 പൈസ പോലും മക്കൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട ബാധ്യതയില്ല. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ചിലവഴിക്കേണ്ട ബാധ്യതകളില്ല. അതൊക്കെ ആണുങ്ങൾക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് അവിടെ ഈക്വാലിറ്റി, ഇതിലേറെ ഈക്വാലിറ്റി വേറെ എവിടെ നമുക്ക് കാണാൻ പറ്റും? ഇല്ലേ? അതിലേറെ ഈക്വാലിറ്റി വേറെ എവിടെ നമുക്ക് കാണാൻ പറ്റും? ഉപ്പ ഇത്രയേറെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട, ചോര നീരാക്കി അധ്വാനിച്ച് വീട്ടിലുണ്ടാക്കുന്ന ഓരോ ഭക്ഷണത്തിൻ്റെയും അധ്വാനത്തിന് പിറകിൽ ആ ഉപ്പയുടെ നീരാക്കപ്പെട്ട ചോരയുണ്ട് എങ്കിൽ എന്തേ അള്ളാഹു ഒരു ക്രോമസോം ഉപ്പാക്ക് ഏറെ കൊടുത്തോ? നമ്മളെ കുട്ടികൾക്ക് വാപ്പയുടെ ക്രോമസോം ഏറെ കൊടുത്തിട്ടില്ല. ഉമ്മയാണ് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് ഗർഭം ചുമന്നവളാണ് അല്ലേ? പ്രസവിക്കുമ്പോൾ സമയമാകുമ്പോഴത്തേന് എത്ര വെയിറ്റ് നമ്മൾ കൂടും? ഇവിടെ പെറ്റോലും ഇല്ലപ്പോൾ എത്ര നാളെ വെയിറ്റ് കൂടല്? 10 കിലോ അല്ലേ? നിങ്ങൾ മുണ്ടാണ്ടിക്കല്ലേ? 10 കിലോ നമ്മൾ വെയിറ്റ് കൂടും അല്ലേ? 10 കിലോഗ്രാം നമ്മൾ വെയിറ്റ് കൂടിയിരിക്കണം. 10 കിലോയിൽ കൂടുതൽ കൂടിയാൽ സുക്രോസും ഫ്രക്ടോസും ഒക്കെ കുറച്ചോളി എന്ന് പറയും. കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കുറച്ച് പിന്നെ പട്ടിണിക്കിട്ട് വെയിറ്റ് കുറപ്പിക്കണം അല്ലേ? അപ്പോൾ 10 കിലോ വരെ നമ്മൾ വെയിറ്റ് കൂടും. ഇവിടെ എത്ര ആണുങ്ങൾക്ക് വയറ്റിലൊരു 10 കിലോൻ്റെ കല്ല് കയറ്റി വെച്ച് നടക്കാൻ പറ്റും? നടക്കാൻ പോയിട്ട് കസേരയിൽ ഇരിക്കാൻ പറ്റുമോ? ഈ 10 കിലോയും കൊണ്ട് നമ്മളാരും ഇരുന്നിട്ടില്ല. നമ്മളാരും ബെഡ് റെസ്റ്റ് എടുത്തിട്ടില്ല വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യാതെ അല്ലാതെ നമ്മളാരും ബെഡ് റെസ്റ്റ് എടുത്തിട്ടില്ല. നമ്മളുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ 10 കിലോ വെയിറ്റും വെച്ച് ആ വെയിറ്റും താങ്ങിക്കൊണ്ട് നമ്മുടെ ആസ് യൂഷ്വൽ എല്ലാ ദിവസവും ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് അല്ലേ? ഡോക്ടർ പറയും വലതുവശം മാത്രം തിരിഞ്ഞ് കിടക്കണം കേട്ടോ എന്ന് അല്ലേ? 3-ാം മാസം ചെല്ലുമ്പോൾ പറയും എക്ലാംഷ്യ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇടതുവശം മാത്രം ചെരിഞ്ഞ് കിടക്കണം എന്ന് നമ്മളോട് പറയും അല്ലേ? ഇടതുവശം ചെരിഞ്ഞ് നമുക്ക് എത്ര നേരം കിടക്കാൻ പറ്റലുണ്ട്? എത്ര നേരം നമുക്ക് കിടക്കാൻ പറ്റും? നോർമൽ അവസ്ഥയിൽ പ്രഗ്നൻസി അല്ലാത്തൊരു സമയത്ത് എത്ര നേരം നമുക്ക് ഒരേ വശത്തേക്ക് തിരിഞ്ഞ് കിടക്കാൻ പറ്റും? പറ്റൂല. കുറച്ച് കഴിയുമ്പോൾ കൈയൊക്കെ ആകെ തരിച്ച് പുടുത്തം വിട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ പൊസിഷൻ മാറി കിടക്കും. എന്നാൽ ഓരോ നിമിഷം പൊസിഷൻ അറിയാതെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഉണർന്ന് വീണ്ടും ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കും. പ്രയാസമായി നമ്മൾ കണക്ക് പറഞ്ഞിട്ടില്ല. പറഞ്ഞു ഏതെങ്കിലും ഉമ്മാര് അന്നെ ഇടതുവശം മാത്രം ചെരിഞ്ഞു കിടന്ന് ഞാൻ പറ്റില്ലടി എന്ന് ചോദിച്ചിക്കണാ? കുരുത്തക്കേട് കാണിക്കണ ആ മക്കളോടും പെൺകുട്ടികളോടും നമ്മളാകെ പറയലെന്താ? കുറച്ച് കൂട്ടി എക്സാജറേറ്റ് 10 മാസം ആരെങ്കിലും കൊണ്ടുവരുന്നയാളെ 36 ആഴ്ചയാണ് മാക്സിമം ടേം ബേബി എന്ന് പറയുന്നത്. നമ്മൾ മാക്സിമം 36 ആഴ്ച അല്ലെങ്കിൽ 9 മാസം 10 ദിവസം കൊണ്ടുവന്ന് നമ്മളെന്തോ 20 ദിവസം കൂടെ കൂട്ടി 10 മാസം കൊണ്ടുവരുന്നില്ലേ എന്ന് പറയും. ഇപ്പോഴത്തെ കുട്ടികൾ പാന്ന് പറഞ്ഞെടുക്കുമ്പോഴത്തേന് ഉമ്മ 10 അല്ലേ? മനസ്സിലായി എന്ന് നമ്മളടുത്ത് റിപ്ലൈ തരുകയും ചെയ്യും അല്ലേ? ആ 10 മാസത്തിൻ്റെ കണക്കേ നമ്മൾ പറയലുള്ളൂ. തുടക്കത്തിൽ ഉണ്ടാകുന്നൊരു ഛർദിയുണ്ട്. ആ 2 ലൈന് കാണുമ്പോഴത്തേന് വരുന്നൊരു ഓക്കാനുണ്ട് അല്ലേ? HCG ടെസ്റ്റിൽ 2 ലൈന് കാണുമ്പോഴത്തേന് നമുക്ക് വരുന്നൊരു ഓക്കാനുണ്ട്. സാധാരണഗതിയിൽ പ്രഗ്നൻസി അല്ലാത്ത ഒരാൾ ഛർദ്ദിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ മുഴുവൻ ഛർദ്ദിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടും. 2ാമത്തെ ദിവസം മുഴുവൻ ഛർദ്ദിച്ചാൽ
നമ്മൾ എന്ത് ചെയ്യും? ICUവിലേക്ക് മാറ്റും. 3-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവും ഛർദ്ദിച്ചാലോ ചിലപ്പോൾ വെന്റിലേഷൻ കൊടുക്കേണ്ടി വരും, അല്ലേ? അതാണ് സാധാരണഗതിയിലുള്ള ഒരു ഛർദിയുടെ അവസ്ഥ എന്ന് പറയുന്നത് മെഡിക്കൽ കേസുകളിൽ. പക്ഷേ ഗർഭിണിയായിരുന്ന സമയത്ത് എത്ര കാലം നമ്മളൊക്കെ ഛർദ്ദിച്ചു? പ്രസവം വരെ ഛർദ്ദിക്കുന്ന ആളുകളുണ്ട്. 10 മാസം ഛർദ്ദിച്ച് ഞാൻ എന്നെ നോക്കിയില്ലേ നമ്മൾ കണക്ക് പറഞ്ഞിക്കണോ? പറഞ്ഞിട്ടില്ല. ഇത്ര പോലും പ്രയാസം അനുഭവിച്ച് അവസാനം ഒരു നിമിഷം വരുന്നുണ്ട്, ആ കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്ന സുഖപ്രസവം എന്ന് നാട്ടുകാർ വിളിച്ച് ആരാണ് അവ സുഖം അനുഭവിച്ചത് നമുക്ക് തോന്നുന്നൊരു പ്രോസസ്സ് അല്ലേ? നമ്മളൊക്കെ പ്രസവിച്ചവരാ അല്ലേ? സുഖമാണോ ഉണ്ടാവാല് പ്രസവിക്കുമ്പോൾ? അല്ല, നമുക്ക് പറയാൻ പറ്റും സുഖമല്ല ഉണ്ടാവുക. 21 എല്ലുകൾ, ഒരെല്ലല്ല, 21 എല്ലുകൾ ഒരേ സമയം പൊട്ടുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന, അതാണ് ഒരു കുഞ്ഞിന് ചൈൽഡ് ബേർത്ത് എന്ന് പറയുന്ന ആ പ്രോസസ്സ് നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംവിധാനിക്കുന്നത്. കാരണം ഇഷിയം, ഇലിയം, പ്യൂബിസ് എന്നൊക്കെ പറയുന്ന പ്രത്യേക തരം രൂപത്തിൽ അറേഞ്ച് ചെയ്യപ്പെട്ട ആ ബോൺസ് എക്സ്പാൻഷൻ സംഭവിക്കുകയാണ്. ആ ബോൺസ് എക്സ്പാൻഷൻ സംഭവിച്ച് ആ രൂപത്തിൽ നിന്നാൽ പോരാ, തിരിച്ച് പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരണം. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണിൻ്റെ സഹായത്തോടു കൂടി, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അല്ലേ സുഖപ്രസവം എന്ന് പേരെടുത്തത്. ഹാപ്പി ഹോർമോൺ ആ സമയത്ത് ഉണ്ടാവുന്നത് ഓക്സിറ്റോസിനെ അല്ലേ? അഡ്രിനാലിനും നോർ അഡ്രിനാലിനും അല്ല ഉണ്ടാവുന്നത്. ഓക്സിറ്റോസിൻ എന്നറിയപ്പെടുന്ന ഹാപ്പി ഹോർമോൺ, ഫീൽ ഗുഡ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് പ്രസവിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളാരും ചിരിക്കാറില്ല, കരഞ്ഞുകൊണ്ടാണ് കുഞ്ഞിന് ജന്മം നൽകാറുള്ളത്. അത്രയേറെ വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ച കുഞ്ഞ്, ഡോക്ടർ വന്ന് പറയും, നേഴ്സ് വന്ന് പറയും 2 മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കണം കേട്ടോ എന്ന്. ആരെങ്കിലും അലാറം വെച്ചിക്കണോ 2 മണിക്കൂർ കൂടുമ്പോൾ? ഇന്ന് പോയിട്ട് 10 മണിക്ക് കിടന്നുറങ്ങണം നമ്മൾ, 12 മണിക്ക് അലാറം വെക്കുക, 12 മണിക്ക് എണീക്കുക, 2 മണിക്ക് വീണ്ടും അലാറം വെക്കുക, 4 മണിക്ക് വീണ്ടും അലാറം വെക്കുക. 2 മണിക്കൂർ കൂടുമ്പോൾ അലാറം വെച്ച് അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന നമുക്ക് ആർക്കെങ്കിലും ഓഫീസിൽ പോയി നേരാവണ്ണം പണിയെടുക്കാൻ പറ്റുമോ? സ്കൂളിൽ പോയി നേരാവണ്ണം ജോലി ചെയ്യാൻ പറ്റുമോ? കഴിയൂല. നമ്മൾ ഇൻസഫിഷ്യൻസി, സ്ലീപ്പിങ്ങിൽ നമ്മൾ ഉറക്കത്തിൽ ഇൻസഫിഷ്യൻസി വന്നിട്ടുണ്ടാവും അല്ലെ? സൗണ്ട് സ്ലീപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സൗണ്ട് സ്ലീപ്പ് കിട്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ റൊട്ടീൻസിൽ അത് തീർച്ചയായിട്ടും അത് എഫക്റ്റ് ചെയ്യപ്പെടും. പക്ഷേ അന്ന് കുഞ്ഞിന് ജന്മം നൽകിയ ആ സമയത്ത്, കുഞ്ഞിന് 2 വയസ്സാവുന്ന സമയം വരെ കുഞ്ഞിന് മഞ്ഞപ്പിത്തം വരാൻ പറ്റൂല അല്ലേ? കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ വരാൻ പറ്റൂല. അവളുടെ വളർച്ച പൂർണ്ണമായും അതിൻ്റെ അവസ്ഥയിലേക്ക് എത്തണം. 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു അലാറത്തിൻ്റെയും സഹായമില്ലാതെ നമ്മൾ ഉണർന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞിന് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയേറെ പ്രയാസങ്ങൾ അന്നും ഇന്നും എന്നും ഇങ്ങനെ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനേക്കാൾ മനോഹരമായി ജനിപ്പിക്കപ്പെടുന്ന ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയിൽ നിന്നും ഒരു ക്രോമസോം ഏറെ എടുത്തിട്ടില്ല അല്ലേ? എന്തേ ഉമ്മാക്കൊരു ക്രോമസോം ഏറെ കൊടുത്തുകൂടായിനോ? ഭൂമിയിൽ കാലിൻ്റെ അടിയിൽ സ്വർഗം സംവിധാനിച്ച് വെച്ച ഒരേ ഒരുവൾ അത് ഉമ്മയല്ലാതെ മറ്റാരും അല്ല. പാപ്പാൻ്റെ കാലിൻ്റെ അടിയിൽ സ്വർഗം ഉണ്ടോ? ആങ്ങളൻ്റെ ഉണ്ടോ? ഏട്ടത്തിൻ്റെ അനിയത്തിൻ്റെ ഉണ്ടോ? ഇല്ല. ഉമ്മയുടെ കാലിനടിയിൽ മാത്രമാണ് സ്വർഗം സംവിധാനിച്ച് വെച്ചിട്ടുള്ളൂ എങ്കിൽ ഉമ്മയിൽ നിന്നും ഒരു ക്രോമസോം ഏറെ കൊടുത്തിട്ടില്ല. ഇത് തന്നെയാണ് ജെൻഡർ ഈക്വാലിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണം. ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഈക്വലായിക്കൊണ്ട് ഒരേ അളവിൽ ക്രോമസോം എടുത്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജന്മമാണ് സുബ്ഹാനല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും. ആ സ്ത്രീയോടും പുരുഷനോടും വ്യത്യസ്തങ്ങളായി സൃഷ്ടിക്കപ്പെട്ട അവരെ പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിൽ വീണ്ടും പറയാണ്, നിങ്ങളെ സ്ത്രീയെയും പുരുഷനെയും ഒരേ ആത്മാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരേ ആത്മാവിൽ നിന്നുമാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. ആ സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും മറ്റനേകം സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനെയും സൂക്ഷിക്കുക, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക. അള്ളാഹു നിരന്തരം നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറയുന്നതിൻ്റെ കൂടെ പറയണത് പടച്ചോനോട് നാം നൽകേണ്ട സൂക്ഷ്മതയോടൊപ്പം ചേർത്ത് പറയുകയാണ്, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക. കാരണം തമ്പുരാൻ, എൻ്റെ പടച്ചോൻ എന്നെ ഓരോ നിമിഷവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എപ്രകാരമാണ് എൻ്റെ ബന്ധങ്ങളോട്, ഞാൻ എപ്രകാരം നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ആ ബന്ധങ്ങളോട് ഞാൻ എപ്രകാരമാണ്.
നാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുമോ? അത് തന്നെയാണ് ഏറ്റവും മനോഹരമായ, ഊഷ്മളത നൽകുന്ന, ഇമ്പം പകരുന്ന ആ കുടുംബങ്ങൾ സംജാതമാവുവാൻ, സ്നേഹം നൽകുന്ന ആ ബന്ധങ്ങൾ സംജാതമാവുവാൻ നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതും. ആ ഇക്വാലിറ്റിയിലേക്ക്, ആ ജെൻഡർ ഇക്വാലിറ്റിയിലേക്ക് തന്നെ വീണ്ടും വീണ്ടും വെളിച്ചം വീശുകയാണ് ഇവിടെ പറയുന്നത്. ഇണകളോട് സംസാരിക്കുന്നത്, ഇണകളോടാണ് പറയുന്നത്. നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. ജെൻഡർ ഇനീക്വാലിറ്റി ആയിരുന്നുവെങ്കിൽ പുരുഷനോട് മാത്രം പറയുമായിരുന്നു, ഹേ പുരുഷ, നീ വിവാഹം കഴിച്ചുകൊണ്ട് ആനന്ദിക്കുക, ആഹ്ലാദിക്കുക, സംതൃപ്തി അടയുക. അല്ലെങ്കിൽ സ്ത്രീയോട് മാത്രമായിട്ട് പറയുമായിരുന്നു, സ്ത്രീ നീ വിവാഹം കഴിച്ചുകൊണ്ട് ആനന്ദിക്കുക, ആഹ്ലാദിക്കുക, സംതൃപ്തി അടയുക. പറഞ്ഞിട്ടില്ല. രണ്ടുപേർക്കും ഒരുപോലെ ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലപ്പുറം ജെൻഡർ ഈക്വാലിറ്റി വേറെ എവിടെയില്ല. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ വരുന്ന കേസുകൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു വരുന്ന പെൺകുട്ടികളാണ്. കല്യാണം വേണ്ട എന്ന് പറഞ്ഞു വരുന്ന പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ ഫേസ് ചെയ്യാറുള്ള കേസുകൾ. ഇവർ പറയുന്ന ഒരു കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ, ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ഒക്കെ നമ്മുടെ കൗമാരപ്രായങ്ങളിലൂടെ കടന്നു പോയിരുന്ന സമയത്ത് മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻ 18 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോലിയാവുക എന്ന് നമ്മളൊരു ആഗ്രഹം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നുള്ളൊരു ഓപ്ഷൻ എന്തായിരുന്നു? വിവാഹിതയാവുകയാണ്, അല്ലേ? ഒരു ഇണയെ സ്വീകരിക്കുക, ഒരു കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ളൊരു സെക്കൻഡ് ഫേസ് അതായിരുന്നു നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. ഒരിക്കൽ ഇതുപോലൊരു സദസ്സിൽ, നാട്ടിൽ ഒരു സദസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇണകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻപിലിരിക്കുന്ന ഇച്ചിരി പ്രായമായ ഒരു ഉമ്മ എണീറ്റ് എന്നിട്ട് പറയാം, അല്ല മളെ, ചട്ടിയും കലയൊക്കെ ആവുമ്പോൾ ജിദ്ദയിലും അങ്ങനെ തന്നെയാ? അല്ല, ജിദ്ദയിലും തട്ടിയും മുട്ടിയും കണ്ട് തന്നെയല്ലേ? ഞാൻ വിചാരിച്ചു നാട്ടിൽ മാത്രമേ ഈ ചട്ടിയും കാലും ഇങ്ങനെ തട്ടിയും മുട്ടിയും. മക്കളെ, തട്ടിയും മുട്ടി ഇരുന്നാൽ ആ കലത്തിൽ അരി വേവൂല, ആ കലത്തിൽ ഭക്ഷണം ഉണ്ടാവില്ല. പണ്ടൊക്കെ തട്ടിമുട്ടി ചെറിയൊരു ഓട്ട ഉണ്ടായാലും അതിൽ കഞ്ഞി വേവുമായിരുന്നു. ആ കഞ്ഞി കുടിച്ച് വിശപ്പടക്കാമായിരുന്നു. ഇന്നത്തെ ചട്ടിയും കലും തട്ടിയും മുട്ടിയായാൽ ഓപ്ഷൻസ് നിരവധി ഉണ്ട്. എൻ്റെ ഉമ്മമ്മ എടവണ്ണയെ ജമീല ടീച്ചർ 15 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ വരികളാണ്. ഇങ്ങനെയാണ്: എന്തിനാണ് പൊന്നിലഞ്ഞി പൂവണിഞ്ഞ് നിൽക്കണ്, എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നെ കെട്ടണ്, ലല്ലലല്ലം ലാലലല്ലം ആടിടും തെങ്ങോലയിൽ താളമിട്ട് മേളമിട്ട് പൂങ്കുയില് പാടണ്, താമരപ്പൂ മാരനെന്തേ ഇത്ര താമസിക്കണ്. ഇത് 15 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ വരികളാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീധനക്കുറവ് മൂലം മംഗല്യ സൗഭാഗ്യം ലഭിക്കാത്തൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ രോദനങ്ങളാണ് പറയുന്നത്. എനിക്ക് കൊടുക്കാൻ സ്ത്രീധനം ഇല്ല, അതുകൊണ്ട് എൻ്റെ മാരൻ എന്തേ ഇത്ര വൈകണോന്ന് ചോദിക്കുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ, ഈ റോബോട്ടിക്സ് യുഗത്തിൽ, മെറ്റാവേഴ്സിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കാലഘട്ടത്തിൽ ഞാൻ സ്റ്റേജിൽ കയറി പാട്ട് പാടി എനിക്ക് ഏറിട്ടും ഇല്ലേ? നമ്മളെ കൗമാരപ്രായത്തിലുള്ള കുട്ടികളെല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ പെരുമാറും. കാരണം എന്താ? ഇതിൻ്റെ അവസാന വരികൾ എന്താ പാടിയത്? താമരപ്പൂ മാരൻ എന്തേ ഇത്ര താമസിക്കണ്. ആർക്കാണല്ലേ താമരപ്പൂ മാരനെ വേണ്ടത്? ആർക്കും വേണ്ട. നമ്മളെ കുട്ടികൾക്കൊന്നും താമരപ്പൂ മാരനെ വേണ്ട. അന്ന് നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ വിവാഹം കഴിക്കുക, കുടുംബജീവിതത്തിലേക്ക് അടുത്ത ഒരു ഫേസ്, ജീവിതത്തിൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക്, മനോഹരമായൊരു ഫേസിലേക്ക് കയറുക എന്നതായിരുന്നുവെങ്കിൽ അന്നത്തെ നാം കാണുന്ന ആ ചട്ടിയും കലവും തട്ടിയും മുട്ടിയും ആയിരുന്നുവെങ്കിൽ, അല്ല, ആ ഉമ്മ തുടർന്ന് പറഞ്ഞെൻ്റെ അടുത്ത് മൈക്ക് വാങ്ങിയിട്ട് ആ ഉമ്മ പറയാ, ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കൂലേ മോളെ, എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മാപ്പിളയും പെണ്ണുങ്ങളാവുമ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും.
അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങോട്ട് ശരിയാവില്ലേ? ഞങ്ങളും ഇങ്ങനെയല്ലേ? എന്നിട്ട് ഞാൻ 16 മക്കളെ പ്രസവിച്ചു. ഈ 16 മക്കളും എണ്ണി എണ്ണി പറഞ്ഞു, എൻ്റെ വലിയ മോന് റിട്ടയേർഡ് തഹസിൽദാറാണ്, എൻ്റെ രണ്ടാമത്തെ മോന് റിട്ടയേർഡ് BDO ആണ്, എൻ്റെ മൂന്നാമത്തെ മോന് റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടറാണ്, എൻ്റെ നാലാമത്തെ മോള് ഹെഡ് മിസ്ട്രസ് ആണ്. 16 എനിക്ക് ഓർത്തെടുക്കാൻ വയ്യട്ടാ, ഓർമ്മയുള്ളതൊക്കെ പറഞ്ഞതാ. ഉമ്മ തെറ്റാതെ ഈ 16 എണ്ണത്തിനെയും പറഞ്ഞു അല്ലേ? 16 എണ്ണത്തിനെയും തട്ടിയും മുട്ടിയൊക്കെ ഇരുന്നിട്ട് ഉമ്മ പോറ്റി വളർത്തി ഈ കാണുന്ന പൊസിഷൻസിലൊക്കെ എത്തിച്ചുവെങ്കിൽ ദന്തത്താപ്പ് ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ ഇതിനെക്കുറിച്ച് പറയാൻ. എന്താണ് പാരൻറ്റിങ്ങിനെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ പറയാൻ എന്ന ചോദ്യത്തിന് ഇത് തന്നെയാണ് ഉത്തരം. അവിടെ ഇതല്ലാത്ത ഒരു ഓപ്ഷൻ നമ്മളെ മുമ്പിൽ ഉണ്ടായിനാ? ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യായിരുന്നു? ഇതാപ്പം എല്ലാവരും ഉള്ളിലിരിപ്പ് അല്ലേ? എന്ത് ചെയ്യാനു? എന്ത് ചെയ്യായിരുന്നു? കെട്ടൂല, കെട്ടാണ്ട് ജീവിക്കുവോ? സോളോ ലൈഫ് ജീവിക്കുവോ? നമുക്കൊക്കെ മക്കളുണ്ട് അല്ലേ? നമുക്കൊക്കെ കുട്ടികളുണ്ട്. നമ്മളെ കുഞ്ഞുങ്ങളോട് അവരുടെ ഉള്ളകം എന്താണ്, അവരുടെ മനസ്സെന്താണ്, അതറിയുന്നവരായി തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ കുട്ടി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണോ? വിവാഹം വേണ്ടാന്ന് പറഞ്ഞു വരുന്ന മക്കള്, അവർ പറയുന്ന പരാതികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. വിവാഹം എന്ന് പറയുന്നത്, പാനിക് അറ്റാക്ക് വരുന്ന ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നു. ആ പെൺകുട്ടിക്ക് പാനിക് അറ്റാക്ക് വരികയാണ്, ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയം വരികയാണ്. അപ്പോൾ കല്യാണത്തിന് മാർച്ചിലാണ് കല്യാണം, കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അരികിൽ കൊണ്ടുവന്ന ഉടനെ അവൾ ചോദിച്ചൊരു ചോദ്യം എന്താ? പൊന്നാറിൻ്റെ ഡോക്ടർ, നിങ്ങൾ എന്തിനാ എന്നെ കല്യാണത്തേക്ക് എത്തിക്കണത്? നിങ്ങൾ എന്തിനാണ് എന്നെ കല്യാണം കഴിപ്പിക്കുന്നത്? എനിക്ക് കല്യാണം വേണ്ട എങ്കിൽ എന്തിനാണ് നിങ്ങൾ കൂടി എന്നെ ഉപദേശിക്കുന്നത് എന്ന ചോദ്യം. വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിന്, ഒരു മനുഷ്യ മനസ്സിന് അഭിവാജ്യമായൊരു ഘടകമാണ്. നമ്മുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് അപ്രകാരമാണ്. സ്ത്രീകളിൽ ഈസ്ട്രജനും ആണുങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോണും ഉണ്ടാവുന്നുവെങ്കിൽ അവരുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് അത് റെഗുലറായിട്ട് വളരെ നാച്ചുറലായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് എങ്കിൽ വിവാഹ ജീവിതം നിർബന്ധമാണ്. അവർക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റൊരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ നിർബന്ധമാക്കപ്പെട്ടൊരു ഘടകം തന്നെയാണ്, ഒന്ന് തന്നെയാണ് വിവാഹം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം എന്താ? അവർ പറയുന്ന മറുപടി എന്താണ്? വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയുടെ അടിമത്വമല്ലേ? വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയുടെ അടിമത്വമല്ലേ? പുരുഷൻ്റെ മേധാവിത്വമല്ലേ? നമുക്കെന്താ മറുപടി പറയാനുള്ളത്? അവിടെ ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടോ? ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടോ? ഒന്നും പറയണില്ലല്ലോ നിങ്ങൾ. ഇപ്പം നേരത്തെ പറഞ്ഞു, നിങ്ങൾ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ ഇവിടെ ക്ലാസ്സുകൾ ഉണ്ടാവലുണ്ട്. അതിൽ നിങ്ങൾ ഈ ടോപ്പിക്കൊന്നും സംസാരിച്ചിട്ടില്ലേ? നമ്മളൊക്കെ പൊരയിൽ ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യയിൽ എന്താണെങ്കിലും ജെൻഡർ ഈക്വാലിറ്റി നടക്കൂല. പൊരയിൽ നടക്കുവോ? പൊരയിലുണ്ടോ ഈക്വാലിറ്റി? ഒന്നും പറയണില്ല തമ്പുരാനെ. നമുക്ക് വരാം. ഒരു പെൺകുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അവൾ PhD കഴിഞ്ഞ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഉമ്മയപ്പയും കൂടെ പിടിച്ച് വലിച്ച് കൊണ്ടുവരിക കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സംസാരിച്ച് ഏകദേശം 4-4.5 മണിക്കൂറിനൊടുവിൽ ഓള് പറഞ്ഞു, ആയിക്കോട്ടെ ഡോക്ടറെ, 4 പെണ്ണ് കാണാൻ വന്നോട്ടെ. അങ്ങനെ സമ്മതിച്ച് ക്ലിനിക്കിൽ നിന്ന് പുറത്തിറങ്ങി ഉമ്മയപ്പൊക്കെ ക്ലിനിക്കിലേക്ക് തന്നെ വന്ന് സന്തോഷം പങ്കുവെക്കുക. ഭയങ്കര ആനന്ദമായി, സന്തോഷമായി. അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങി പോയതിനു ശേഷം ഉമ്മ വീണ്ടും തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആയിക്കോട്ടെ നിങ്ങൾ ഇരിക്കുന്ന പറഞ്ഞ് ഉമ്മാനെ ഇരിക്കുന്നതിൻ്റെ മുൻപേ, ആ ഇരുത്തമെന്ന് പറയുന്ന പ്രോസസ്സ് മുഴുവനാക്കുന്നതിൻ്റെ മുൻപേ അമ്മ പറയാ, പൊന്നാറിൻ്റെ ഡോക്ടറെ, കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഞാൻ സഹിക്കാൻ തുടങ്ങിയതാണ്. എന്തേപ്പം ഉണ്ടായി? 4 മണിക്കൂർ എൻ്റെ 4 മണിക്കൂറത്തെ ഊർജം വേസ്റ്റായി അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ മെല്ലെ പറഞ്ഞാൽ മതി. കാരണം കഴിഞ്ഞ 4 മണിക്കൂറുകളോളം നിങ്ങളെ മകൾക്ക് മധുര മനോഹരമായ ഇസ്ലാം മതത്തിൽ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ച ആ മാതൃക പറഞ്ഞുകൊടുത്ത്, ജീവിതം നൽകുന്ന മാതൃകകൾ പറഞ്ഞുകൊടുത്ത്, അനുഭവങ്ങൾ പറഞ്ഞുകൊടുത്ത് വിവാഹത്തിലേക്ക് എത്തിച്ച ആ കുട്ടി ഇത് കേൾക്കും. പക്ഷേ ഓളത് ഇന്ന് കേൾക്കല്ല. എന്തേ ഓള് 30 കൊല്ലം വേണ്ടെന്ന് പറഞ്ഞ് നടന്നത്? എന്തേ? അടുക്കളയിൽ നിന്നുകൊണ്ട് ഗദ്ഗതം പറയുന്ന ഉമ്മയെയാണ് കാണുന്നത്. ഉമ്മാൻ്റെ ജീവിതവും ഇങ്ങനെയായി, ഉമ്മാൻ്റെ ജീവിതവും ഇങ്ങനെയായി. പണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട് ഉമ്മാര് പറയണത് ഉമ്മാൻ്റെ ജീവിതവും ഇങ്ങനെയായി. പക്ഷെ നമ്മളെ മുമ്പിൽ ഓപ്ഷൻ എന്തേ ഉള്ളൂ? തട്ടിമുട്ടിയിരുന്നാലും കെട്ടിയേ പറ്റൂ. ഇന്ന് അങ്ങനെയല്ല.
തട്ടി മുട്ടിയിരുന്നാൽ എന്തിനു തട്ടണം, മുട്ടാൻ എന്തിനാണ് ഒരു കലം കൂടെ വരുന്നത് എന്ന ചിന്തിക്കാവുന്ന ബുദ്ധിയിലാണ് നമ്മളെ കുട്ടികളുള്ളത്. They have 1800 cubic centimeters of brain capacity. അതും കൊണ്ട് നമ്മളെ കുട്ടികൾ ജീവിക്കുന്നത്. അതുമാത്രമല്ല 50% അവരാരായി തീരണമെന്ന് തീരുമാനിക്കപ്പെടുന്ന അവരുടെ എൻവയോൺമെൻറ്റ്, അവർ കേൾക്കുന്നത് മുഴുവൻ മനോഹരമായ ഇസങ്ങളാണ്. വളരെ ആകർഷണീയതയിലേക്ക് എത്തിക്കുന്ന ഇസങ്ങളാലാണ് അവർ ജീവിക്കുന്നത്. നമുക്കൊരു പക്ഷെ അതൊക്കെ വെറും ടെർമിനോളജീസ് ആയിരിക്കാം. ലിബറലിസമാണ്, ലെസ്ബിയനിസമാണ്, ഗേയിസമാണ്, ഹോമോസെക്ഷുവാലിറ്റിയാണ്, ബൈസെക്ഷുവാലിറ്റിയാണ്, അല്ലേ? ജെൻഡർ ഈക്വാലിറ്റിയോ ജെൻഡർ ന്യൂട്രാലിറ്റിയോ ആയിരിക്കാം, ഒരുപക്ഷെ സിഗ്മയായിരിക്കാം. ഇതൊക്കെ നമുക്ക് 10-15 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതേണ്ടി വരും ചിലപ്പോൾ തെറ്റാതെ പറയാൻ. പക്ഷെ നമ്മളെ കുട്ടിയൊക്കെ അത് വെറും വാക്കുകളല്ല, അവർക്ക് ഇമ്പോസിഷൻ എഴുതണ്ട, അവരതിൻ്റെ വക്താക്കളാണ്, അവരതിലാണ് ജീവിക്കുന്നത്. ദുഃഖകരം എന്ന് പറയട്ടെ, ഏറ്റവും കൂടുതൽ ലെസ്ബിയനിസവുമായി എൻ്റെ അരികിലേക്ക് വരാറുള്ളത് പ്രവാസി കുട്ടികളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇവിടെ ജീവിക്കുന്ന മക്കളാണ് ഏറ്റവും കൂടുതൽ ലെസ്ബിയനിസവുമായി എൻ്റെ അരികിലേക്ക് വരാറുള്ളത്. ഒരുപക്ഷെ ഇവിടുത്തെ സ്കൂൾ സംവിധാനം യൂണിസെക്സ് ആണല്ലേ, അല്ല മിക്സ്ഡ് അല്ലാന്ന് തോന്നണു. ഒരുപക്ഷെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണിത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ? പെൺകുട്ടികൾ മാത്രമാണ് ഒരുമിച്ച് ഉള്ളത്, അല്ലെങ്കിൽ ആൺകുട്ടികൾ മാത്രമാണ് ഒരുമിച്ചുള്ളത്. എത്രയെത്ര പെൺകുട്ടികളെയാണെന്നറിയോ കൊണ്ടുവരാറുള്ളത്? എത്രയോ പെൺകുട്ടികൾ കൊണ്ടുവരാറുണ്ട്. കല്യാണം വേണ്ട, അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച സമയത്ത് ഉറപ്പിക്കുന്നതോട് കൂടിയിട്ട് പാനിക് അറ്റാക്ക് വരികയാണ്. ആ മക്കൾ വന്ന് പറയും, ഡോക്ടർ ഞാൻ പെൺകുട്ടിയല്ല കേട്ടോ എന്ന്. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? എത്ര കാലങ്ങൾ കൊണ്ട് ഉണ്ടായി എടുത്തൊരു തീരുമാനമാണെന്ന് അതറിയോ? അതൊറ്റ നിമിഷം കൊണ്ട് ഉണ്ടാവണതല്ല. പെൺകുട്ടികൾ പറയും, എൻ്റെ ശരീരത്തെ പോലെ എനിക്ക് വെറുപ്പാണ്. ഇതൊരു ഉമ്മയേക്കാൾ മറ്റാർക്കാ മനസ്സിലാക്കാൻ പറ്റുക? ആ കുട്ടിയോട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിൽ പോലും, ശ്വാസത്തിൽ നമുക്ക് മനസ്സിലാവാറുണ്ടല്ലോ, എൻ്റെ കുട്ടിക്ക് പനിക്കുന്നുണ്ടോയെന്ന് തൊട്ടുനോക്കാതെ നമുക്ക് മനസ്സിലാവാറുണ്ട്, അല്ലേ? ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഉമ്മ വിളിക്കും, ചിലപ്പോൾ വല്ല സങ്കടത്തിലോ വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ ഒരു കോള് വരാനുണ്ട്. ഹലോ എന്ന് പറയുമ്പോഴത്തേനും ഉമ്മ ചോദിക്കും, എന്താ ഉമ്മാൻ്റെ കുട്ടിക്ക് പറ്റിയത്? ആ ഹലോയിൽ നിന്നും ഞാൻ എൻ്റെ പരിഭവവും പ്രശ്നവും പറയുന്നതിന് മുൻപേ എൻ്റെ ശബ്ദത്തിൽ നിന്നും എൻ്റെ ഉമ്മ എൻ്റെ പ്രയാസം മനസ്സിലാക്കുന്നു എങ്കിൽ അത് തന്നെയാണ് ടെലീപതി എന്ന് പറയുന്ന ആ മാസ്മരികത നിറഞ്ഞ വികാരം. ഉമ്മയ്ക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്നുണ്ട്, അതെൻ്റെ കുട്ടിയുടെ ചിന്ത എന്താണ്. എൻ്റെ കുട്ടി കേൾക്കുന്നതും കാണുന്നതൊക്കെ അതാ. നാട്ടിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുക നമ്മുടെ ഹയർ സെക്കൻഡറികളിലൊക്കെ. എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി? എന്താ ജെൻഡർ ഈക്വാലിറ്റി? ഇപ്പോൾ നമ്മൾ കണ്ടൂലേ, നമ്മൾ കണ്ടു, നമ്മൾ എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി? ജെൻഡർ ന്യൂട്രാലിറ്റി എന്താണ് ഇയാളെ? നമ്മളൊക്കെ ഉമ്മാരല്ലേ വാപ്പാരല്ലേ? എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി? ഞാൻ ഇപ്പോൾ പറയാണ്, ഡോക്ടർ ഫർഹാൻ നൗഷാദ് ഇപ്പം മുതൽ ആണാണ്. എന്തേ ആണാണ്? സൗദിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ എന്നെ ജയിലിൽ കൊണ്ടുപോയിടിയിരിക്കൂലേ? ഇടുവോ? നമ്മൾ കാലാകാലം ജിദ്ദയിൽ നിൽക്കുവോ, ഷറഫിയിൽ നിൽക്കുവോ? നാട്ടിക്ക് പോരണ്ടേ? നാട്ടിക്ക് വരുമ്പോഴത്തിന് നമ്മളെ കുട്ടി പറയാണ്, ഉമ്മ നാളെ മുതൽ ഞാൻ മോനാട്ടോ, അല്ല എൻ്റെ മോള് പറയാണ് നാളെ മുതൽ ഉമ്മ ഞാൻ മോളാട്ടോ. പറഞ്ഞാൽ ആ പറഞ്ഞതാ. ദാറ്റ് ഈസ് ജെൻഡർ ന്യൂട്രാലിറ്റി, അല്ലേ? ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന നമ്മളെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ ലിബറൽ വാദികൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസമാണത്. +2 ഹയർ സെക്കൻഡറി ഞങ്ങളുടെ നാട്ടിൽ ഹയർ സെക്കൻഡറിയിൽ ഒരു ക്ലാസ്സിൻ്റെ പോസ്റ്റർ ഞാൻ കണ്ടു, പക്ഷേ ആ ക്ലാസ് നടന്നിട്ടില്ല എന്നാണ് അറിഞ്ഞത്. ആ പോസ്റ്ററിൽ ഇതായിരുന്നു, വാട്ട് ഈസ് ജെൻഡർ ന്യൂട്രാലിറ്റി. അതിനെക്കുറിച്ച് 2 മണിക്കൂർ നീളുന്ന സെഷൻ എടുക്കാൻ പോവുക ആര്? കേരളത്തിലെ ഏറ്റവും ലീഡിങ് ട്രാൻസ്ജെൻഡർ, കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആണ് ക്ലാസ് എടുക്കാൻ വരുന്നത്. എൻ്റെ ശരീരത്തിൽ ഞാനിപ്പോൾ പറയാണ്, ഡോക്ടർ ഫർഹാൻ നൗഷാദ് ആണാണ്, പക്ഷേ ഞാൻ ഇവിടുന്ന് പോയാൽ ഈ മൈക്കിൽ പറ്റിപ്പിടിച്ച എൻ്റെ സെല്ലുകൾ ഉണ്ടാവും. മൈക്രോസ്കോപ്പ് വെച്ച് ആ സെല്ല് പരിശോധിച്ച് നോക്കിയാൽ ആ സെല്ലിൽ കാണാൻ പറ്റും ഞാൻ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. പക്ഷേ എൻ്റെ ഇണയും എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ അറിയുന്നവരെല്ലാവരും വന്ന് ചോദിക്കുക, അല്ല വിളേജ് പെണ്ണല്ലേ, കേസ് കൊടുക്കാം.
എനിക്ക് കേസ് കൊടുക്കാം. നമ്മളെ നാട്ടിലെ സിസ്റ്റം എന്താ, ഞാൻ എന്താണോ പറയുന്നത്, എൻ്റെ ജെൻഡർ ഓറിയൻറ്റേഷൻ അത് എൻ്റെ അരികിലാണ്. എനിക്ക് ആണാണെന്ന് തോന്നിയാൽ ഞാൻ ആണാണ്, എനിക്ക് പെണ്ണാണെന്ന് തോന്നിയാൽ ഞാൻ പെണ്ണാണ്. ആ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ അവിടെ വിവാഹത്തിന് പ്രാധാന്യമില്ല. പെണ്ണിനും പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാം, ആണിനും ആണിനും ഒരുമിച്ച് ജീവിക്കാം. എന്താ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എന്താ ജെൻഡർ ന്യൂട്രാലിറ്റിയിലൂടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? എന്താ, നിങ്ങൾ ഒരു പക്ഷേ ശരീരം കൊണ്ട് ആണായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു പെൺകുട്ടി ഒളിഞ്ഞു കിടപ്പുണ്ട്. ശരീരം കൊണ്ടൊരു പക്ഷെ നീ പെണ്ണായിരിക്കാം, നിന്റെ ഉള്ളിൽ ഒരു ആൺകുട്ടി ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ കുട്ടിയെ നീ കണ്ടെത്തുക, അയാളെ നീ പരിപോഷിപ്പിക്കുക, അയാളെ നീ ഉണർത്തുക. സ്വാഭാവികമായും കൗമാരപ്രായം എന്ന് പറയുന്നത് കൗമാര 19-നും 25-നും ഇടയിലാണ് ഫ്രണ്ടൽ ലോബ് എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിൽ നമുക്ക് യുക്തി വികസിപ്പിക്കുന്ന, യുക്തി എന്ന് പറയുന്ന ആ ചിന്തയെ പൂർണ്ണ വളർച്ചയിൽ എത്തിക്കുന്ന തലച്ചോറിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഭാഗം ഫ്രണ്ടൽ ലോബ് വളരുന്നുള്ളൂ. അത് പൂർണ്ണ വളർച്ചയിൽ എത്തിയാൽ മാത്രമാണ് എൻ്റെ ഉമ്മ ആരാണ്, എൻ്റെ ഉപ്പ ആരാണ്, എൻ്റെ പെങ്ങൾ ആരാണ്, അനിയത്തി ആരാണ്, എൻ്റെ കുടുംബം ആരാണ് എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക്, പൂർണ്ണമായുമുള്ള തിരിച്ചറിവിലേക്ക്, പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഞാൻ എന്ത് തീരുമാനത്തിൽ എത്തിച്ചേരണമെന്ന ആ ബുദ്ധിയിലേക്ക് പൂർണ്ണമായും ഒരു മനുഷ്യനെത്തുന്നത് ജെന്റിൽമാൻ അല്ലെങ്കിൽ ലേഡീസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ പൂർണ്ണമായും എത്തിച്ചേരുന്നത് ഈ 19-നും 25-നും ഇടയ്ക്കാണ്. കൗമാരപ്രായം എന്ന് പറയുന്ന പ്രായം ആ 19-നുള്ളിൽ അവസാനിക്കുകയാണ്.